ഓൺലൈൻ ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. Clear ആണ്. എന്ത് പറ്റി അശ്വതി? ഓഫ്ലൈനിൽ വരാതെ ഓൺലൈനിൽ കയറി ഇരിക്കുന്നത്? വയ്യായിരുന്നു സർ. ഹെഡേക്ക് ഒക്കെ ആയിട്ടേ വയ്യായിരുന്നു. ഇതാണ് ക്ലിയർ ആകുന്നില്ല. ജസ്റ്റ് Headache ചാറ്റിലൊന്ന് മെൻഷൻ ചെയ്യോ എന്താണെന്നുള്ളത്? ഡ്രീം എന്ത് പറ്റി ഓഫ്ലൈൻ ഓൺലൈനിലോട്ട് മാറിയത്? സെയിം ആണ് സർ. നല്ല തലവേദന ഉണ്ട്, അപ്പൊ ഓക്കെ അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാതെ പ്രതീക്ഷ മിസ് ലീവ് ആയതുകൊണ്ടല്ലോ. രണ്ടാൾക്കാർക്ക് ഒരുമിച്ച് തലവേദന വന്നു അല്ലേ? ഓക്കെ. ഇതിപ്പോ ആരത് വിശ്വസിക്കുന്നു മനസ്സിലാക്കാൻ പറ്റുമോ? ഇപ്പൊ രണ്ടുപേർക്കും വരാം, രണ്ടുപേർക്കും വരാതിരിക്കാം. എങ്ങനെ നിങ്ങൾ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ ഇതിന് പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾ ആരും പേഴ്സണൽ ആയിട്ട് എടുക്കരുത് കേട്ടോ. ബാക്കിയുള്ളവരോടും ഇതാരെയും കളിയാക്കാനോ ആ രീതിയിലും ഇതിനെ കാര്യങ്ങൾ എടുക്കരുത്. പിന്നെ അവസാനം അത് എന്റെ പുറകിലൊരു തലവേദന ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്ന ഒരു സെഷൻ നടത്തിയപ്പോൾ ആ ക്ലാസ്സിൽ ആക്ച്വലി സ്പേസ് ഇല്ല, ഫുൾ ആൾക്കാരായി, ക്ലാസ് മൊത്തം ആൾക്കാരായി. ഞാൻ പുറകിലുള്ള കുറച്ച് സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അവർ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു, നമ്മളോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. എനിക്കെന്താ ഒന്നും ചെയ്യാൻ പറ്റുമോ? എന്നോട് എക്സ്പ്ലനേഷൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവർ പുറകിലിരുന്നിട്ട് ഒന്നും ചെയ്യുന്ന കാണാത്തോണ്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് പോയിട്ട് കംപ്ലൈന്റ്. പുറകിലേക്ക് നമ്മളോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചു, ബാക്കി ആരോടും ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ ഇവിടെ പറയേണ്ടത് പേടിയാണ് ആക്ച്വലി. ഓരോന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മനസ്സിലെപ്പോഴും പേടി, ഈശ്വര ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഇത് വരുമോ. പല ടൈപ്പ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓഫ്ലൈൻ ഓൺലൈൻ കംപ്ലീറ്റ് അല്ലേ, ഇനി ആരും ജോയിൻ ചെയ്യാനല്ലോ? ഓക്കെ. ഈ ഓൺലൈനിൽ ഇരിക്കുന്നതിൽ എത്ര പേര് ബിടെക് സി എസ് പഠിച്ച എത്ര പേരുണ്ട്? ബിടെക് സി എസ് അല്ലെങ്കിൽ MCA പഠിച്ച എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ബിടെക് സി എസ് അല്ലെങ്കിൽ MCA. ഓക്കെ. ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ, ആയിഷ, റഹീമ, രുക്മണി. ആയിഷ ഏത് ഇയറാ പാസ് ഔട്ട്? ഇത് ബിടെക് ആണോ MCA ആണോ? MCA 2023. 2023. അതിനുശേഷം വർക്ക് ചെയ്തിട്ടുണ്ടോ ആയിഷ? ഇല്ല. ഇല്ല. ഓക്കെ. രുക്മണി 2018 പാസ് ഔട്ട്? അല്ലല്ല 2020. 2020. ഓക്കെ. ഇതിൽ ജസ്റ്റ് ബിടെക് മാത്രമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത്. ബിടെക് അത് ഏത് സ്ട്രീം ആയാലും അവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ബിടെക് മാത്രമുള്ളവർ. ഓക്കെ. അതിൽ നന്ദഗോപാൽ ബിടെക് ഏതായിരുന്നു? മെക്കാനിക്കൽ ആയിരുന്നു സർ. ഏത് ഇയർ പാസ് ഔട്ട്? 2025 ആണോ? 23 സർ. 23.
ഇപ്പൊ രണ്ട് മെക്കാനിക്കലാറുണ്ടല്ലോ, ഓസ്റ്റിനും നന്ദോ. നിഖിലേതാ? ഇലക്ട്രിക്കലോ അങ്ങനെ എന്തോ അല്ലേ? ഇല്ല സാർ, മെക്കട്രോണിക്സ്. മെക്കട്രോണിക്സ്. ഓക്കെ. ഏത് ഇയർ പാസ് ഔട്ട്? 2021. 21. അതിനുശേഷം വർക്ക് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അറൗണ്ട് 2 കൊല്ലത്തെ ഉണ്ട്. എന്തായിട്ട് വർക്ക് ചെയ്തത്? ഞാന് RF ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആയിട്ട്. RF ടെസ്റ്റിംഗ് മീൻസ് റേഡിയോ ഫ്രീക്വൻസി റേഡിയോ റഡാറിന്റെ. റഡാർ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മെക്കട്രോണിക്സുമായിട്ട്? മെക്കട്രോണിക്സ് ആയിട്ട് ചെറിയൊരു ബന്ധമുള്ളൂ, ഉം. അധികമൊന്നുമില്ല. അത് ഞാൻ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഇലക്ട്രോണിക്സ്. പാർട്ടല്ലേ? അതെ, ഭാരത് ഇലക്ട്രോണിക്സിലെ ചെയ്തത് ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റോബോട്ടിക്സിലോട്ട് താല്പര്യം ഉണ്ടോ ഇനി? റോബോട്ടിക്സിലോട് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഡാറ്റാ സയൻസ് ചൂസ് ചെയ്തു. ഡാറ്റാ സയൻസിൽ റോബോട്ടിക്സ് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അതെ അതെ. ലുമിനാറിൽ ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. അങ്ങനെ റോബോട്ടിക്സ് കോഴ്സ് പഠിക്കണം എന്ന് പറയുന്നില്ല, സെൽഫായിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഒക്കെ പഠിക്കാൻ തുടങ്ങിയല്ലോ. അതെ. ചെയ്യണം. ആ 3D പ്രിന്റിങ് അതിന്റെയൊക്കെ ഇത് പഠിച്ചാൽ മതി. എന്താ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിച്ചാൽ മതി. CAD അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ സാർ. ബാക്കിയുള്ള എല്ലാവരും നോൺ ഐ ടി ആണോ? കുറച്ച് പേരുടെ അറിയാം, കുറെ പേരുടെ അറിയില്ല. സർ, ബാക്കി ഞാൻ പറഞ്ഞോളൂ ജോഷ്. ഞാൻ BCA M.Tech. ഏതാ BCA? M.Tech. BCA പ്ലസ് M.Tech? അത് വിപ്രോയിൽ ഒരു ഇത് വെച്ചിട്ട് 4 ഇയർ കോഴ്സ് ആയിരുന്നു M.Tech. 4 ഇയർ കോഴ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പം വർക്കിംഗ് ആണോ ജോഷി? അല്ല, ഇറങ്ങി. ഞാൻ ജൂണിൽ ഇറങ്ങിയായിരുന്നു. അത് ഇന്റഗ്രേറ്റഡ് കോഴ്സ് അല്ലേ? M.Tech കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തേക്ക് അവിടെ വർക്ക് അല്ല, ചെയ്യണം. അങ്ങനെയല്ല, വിത്ത് വർക്ക് ആൻഡ് സ്റ്റഡീസ് ആണ്. അപ്പൊ 4 കൊല്ലം ബോണ്ട് ഉണ്ടാവല്ലേ? 4-5 കൊല്ലം. 4 കൊല്ലത്തെ ബോണ്ടില് 4 കൊല്ലത്തെ. സൺഡേസ് ക്ലാസ്. അങ്ങനെയാണോ? സൺഡേസിൽ മാത്രം ക്ലാസ്, ബാക്കി വർക്കിംഗ് ആണോ? യാ. ഓക്കെ ഓക്കെ. അപ്പൊ വിപ്രോന്ന് ഇപ്പം റിസൈൻ ചെയ്തോ? ചെയ്തു, ജൂൺ ആയപ്പോൾ ചെയ്തു. ഓക്കെ. അപ്പൊ അവിടെ എന്തായിരുന്നു വർക്ക്? എന്തായിരുന്നു അതിന്റെ ഇടയിൽ? ഒരു പെട്രോളിയം ആപ്ലിക്കേഷന്റെ ഹാക്കിംഗ് ആയിരുന്നു. ഓക്കെ. ഡെവലപ്മെന്റ് ആയിരുന്നോ? ഡെവലപ്മെന്റും ഉണ്ടായിരുന്നു, സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ M.Tech ഏതിലെ ഡിഗ്രിയിൽ ഏതാ വരും? M.Tech in software systems. സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്. Software systems. സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. ഏത് Yeah. യൂണിവേഴ്സിറ്റി ഉള്ളത് വരുമോ? Birla Institute. ബിർല. BITയുടെ ആണോ? Yeah. ഏത്? ബിർല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണോ അല്ല ജസ്റ്റ് BIT Technology ആണോ? and science. Technology and science. ഓക്കെ. ബിറ്റ്സിൻ്റെതാണല്ലേ? അപ്പോൾ നല്ല വാല്യൂ ഉള്ള കാര്യം. അപ്പോൾ ഒരു ക്യാമ്പസിൽ പോയിട്ടാണോ അല്ല ജസ്റ്റ് ഏതാണോ? അല്ല, നമുക്ക് ഓൺലൈൻ തന്നെയാ ചെയ്തത്. അങ്ങനെ കോവിഡ് ബാച്ച് ആയിരുന്നു, അപ്പം ഓൺലൈനാ ചെയ്തത്. ഓക്കെ ഈവൻ ഓൺ ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓഫീസിൽ തന്നെ അറേഞ്ച് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ അവരുടെ ക്യാമ്പസിൽ പോയിട്ടുണ്ടോ? ബിറ്റ്സിന്റെ ക്യാമ്പസിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ, വിപ്രോ ക്യാമ്പസിൽ തന്നെ അറേഞ്ച് ചെയ്യുമായിരുന്നു അവര് ക്ലാസ് റൂംസ്. ഏത് വിപ്രോയുടെ? ഏത് മൈസൂരിലെ ക്യാമ്പസ് ആണോ? അല്ല, ഇവിടെ ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പം കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തിട്ട് എത്ര വർഷമായി? ജൂണിൽ റിസൈൻ ചെയ്തോളൂ സർ. റിസൈൻ ചെയ്തു. ബാക്കിയുള്ളവരോ? അപ്പോൾ 4 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടല്ലേ ആക്ച്വലി അതിന്റെ കൂടെ പറയുമ്പോൾ? 5ന്റെ അടുത്തുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസ് പ്ലസ് M.Tech അല്ലേ? ആ. ഓക്കെ. അപ്പോൾ BCA ഏത് ഇയർ ആയിരുന്നു പാസ് ഔട്ട്? 20 ഇയർ. 2020. Yeah. 20ക്ക് ശേഷം. ഓക്കെ. 20ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ വിപ്രോ കയറി. അല്ല, ഇതേ രീതിയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ കൂടെ എന്നോട് റീസെന്റ് ചോദിച്ചതേ ഉള്ളൂ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നല്ലതാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ. ബാക്കിയുള്ള എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഇതിലാരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയ ആളുണ്ടോ? ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുണ്ടോ? രുക്മിണി ആളും അല്ലാതെ? ഹിമയും ഉണ്ട്. ഓക്കെ, ഹിമയാണ്. ഓക്കെ. വേറെ? ഹിമയെ എനിക്കറിയാം. ബാക്കിയുള്ളവരോ? വേറെ ആരെങ്കിലും ഉണ്ടോ? 3 പേരുണ്ട്. വേറെ ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആരെങ്കിലും ഉണ്ടോ? സാറേ, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റിന് പറയാം. സർ, ഞാനും വർക്ക് ചെയ്തു, പക്ഷെ നോൺ IT ആയിരുന്നു. ഞാൻ MSc ജോഗ്രഫിക് ഇൻഫർമേഷൻ സയൻസാണ് കഴിഞ്ഞത്. അതെനിക്ക് ഓർമ്മയുണ്ട്, ജോഗ്രഫിക്സ്. ഓക്കെ. ഏത് ഇയർ പാസ് ഔട്ട്? ഞാൻ 2022 പാസ് ഔട്ട് ആണ്. 22. എന്തായിരുന്നു കോഴ്സിന്റെ പേരാണ്? MSc? അല്ല, ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ജോഗ്രഫിക് ഇൻഫർമേഷൻ സയൻസിലാണ്. ഞാൻ വർക്ക് ചെയ്തത് ലൈഡാർ അനലിസ്റ്റ് ആയിട്ടായിരുന്നു. എന്തായിട്ടാ? ലൈഡാർ അനലിസ്റ്റ്. അത് ഞങ്ങളുടെ കോഴ്സിന്റെ അതേ ജോബ് തന്നെയാണ്,
ലൈഡാർ എന്ന് പറഞ്ഞ റിമോട്ട് സെൻസിങ്ങും ലൈഡർ കാര്യങ്ങളും. ഏത് മോഷൻസിന്റെ ആണോ? അതായത് നമ്മൾ മാപ്പിംഗ് വരുന്ന ക്ലൗഡ് പോയിന്റ് ഡേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് ലൈഡാർ അനലിസ്റ്റിന്റെ പേര്. പോയിന്റ് ഡേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഡിഗ്രി എന്താ പഠിച്ചത്? ഞാൻ ജിയോളജി ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോളജി. ഏത് യൂണിവേഴ്സിറ്റിയില്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ഇതൊക്കെ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ഡാറ്റാ സയൻസിലോട്ട് ഒരു മാറ്റം? എനിക്ക് ജോഗ്രഫിക് ഇൻഫർമേഷൻ സയൻസ് പഠിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പ്രോഗ്രാമിംഗ് അതൊക്കെ പഠിക്കണം ഞങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് പ്രോപ്പർ ആയിട്ടൊന്നും അല്ല അങ്ങനെ ലാംഗ്വേജും കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നേ. അപ്പൊ പിന്നെ എനിക്ക് കുറച്ചുകൂടി അതിലേക്ക് മാറണം എന്നുണ്ട്. അങ്ങനെ ഡാറ്റാ സയൻസിലേക്ക് ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇനി ആ ഒരു ഭാഗത്തോട്ട് പോകുന്നില്ല, ഫുൾ ഡാറ്റാ സയൻസിലോട്ട് തന്നെ? ഡാറ്റാ സയൻസ് ഇതുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാനുള്ളത് നോക്കിയിട്ട് അങ്ങനെ നോക്കും. ഈ ML ഒക്കെ വെച്ചിട്ട് GISന്റെ തന്നെ ഇതിലോട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കണം എന്നുണ്ട്. ലിങ്ക് ഇതിൽ കൂടുതലും മറ്റേ ഇതല്ലേ എന്താണ് ലാൻഡ് സ്ലൈഡ്സ് അതൊക്കെ പ്രൊഡിക്ട് ചെയ്യുന്ന പരിപാടിക്ക് വരുന്നതല്ലേ? പ്രെഡിക്റ്റിങ്ങും അതൊക്കെ വരും. ഡെവലപ്പിംഗ് സൈഡ് ഒക്കെ വരുന്നുണ്ട് ടൂൾസിന്റെ ഒക്കെ. പക്ഷെ ഞാൻ ഇത് MLന്റെ ഒരു ഇതിക്ക് നോക്കണം എന്നാണ് ആഗ്രഹം. ഇയാളുടെ സ്ഥലം എവിടെയാ? ഞാൻ മലപ്പുറമാണ്. മലപ്പുറം. സ്പീഡ് സംസാരിക്കുമ്പോ എനിക്ക് ആ സൈഡ് എവിടെയാന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. Okay. വേറെ ആരെങ്കിലും ഉണ്ടോ വർക്കിംഗ് ആയിട്ട്? നോൺ IT ഫീൽഡ് ഏത് ഫീൽഡിലായാലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആരെങ്കിലും ഉണ്ടോ? സാർ ഒരു 1.5 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാ? നോൺ IT ഫീൽഡിലായിട്ടാണ്, സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് ചെന്നൈയില്. ചെന്നൈ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണോ? യെസ് സാർ. എന്തിന്റെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട്? അവിടെ ഈ തെർമൽ പവർ സ്റ്റേഷന്റെ ഒരു കൺസ്ട്രക്ഷന്റെ കമ്പനീന്റെ ബേസ് ആയിട്ട്. MEP ആണോ? MEP അല്ല, സ്ട്രക്ചറലും എറക്ഷൻ എഞ്ചിനീയറിംഗ് ആ ഭാഗമായിട്ട് സാർ. 1.5 വർഷം. യെസ് സാർ. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ ഓൺലൈൻ? ആ സാറേ ഞാനുണ്ട്, ആൽവിൻ ഉണ്ട്. ഓക്കെ. എന്തായിട്ട് വർക്ക്? അലവൻ എന്താ പഠിച്ചത്? എന്താ സാർ ഞാൻ BCom ആയിരുന്നു. BCom. ഞാൻ ടിപ്പ് ഇവിടെ ഇൻഫോ പാർക്കിൽ നോൺ IT വർക്ക് ചെയ്യുന്നു. എന്തായിട്ടാ? ഞാൻ ഓപ്പറേഷൻസിലാണ് സാർ അസോസിയേറ്റ് ആയിട്ട്. ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണോ? അതെ അതെ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ക്ലാസ് എങ്ങനെ അവിടെ പാരലി ചെയ്യുന്നതാണോ? എനിക്ക് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്, പിന്നെ നൈറ്റ് ആണ്. ഇപ്പൊ ഓക്കെ. രാവിലെ കുറെ വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 3 കൊല്ലമാകും. ഓക്കെ. അപ്പൊ അവിടുന്ന് കമ്പനിയുടെ അകത്ത് തന്നെ സ്വിച്ച് ചെയ്യാനാണല്ലോ വേറെ പുതുതായിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പുതിയതായിട്ടൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. ഓക്കെ, ശരി. ഒരുപാട് പേരുണ്ടല്ലോ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ? ഓഫ്ലൈൻ ഒരാൾ മാത്രം. ഞാനിതൊരു ഓൺലൈനിൽ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഒന്ന് തൽക്കാലം ഒന്ന് സംസാരിച്ച് നോക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഓക്കെ. പല സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലേ. ഇവിടെ ആരും BSc കെമിസ്ട്രി ഒന്നുമില്ലല്ലോ ബാച്ചില്? ഫിസിക്സ് ഉണ്ടോ? ആരാണ് ഫിസിക്സ്? ആയിഷ. BSc ആണോ MSc ആണോ? BSc ഫിസിക്സ് പിന്നെ MCA. അത് കഴിഞ്ഞിട്ട് MCA. ഓക്കെ. കെമിസ്ട്രി ആരുമില്ല അല്ലേ? മാത്സ് സ്റ്റാറ്റിക്. ബിടെക് സിവില് ഉണ്ടോ? ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് ഇതൊന്നുമില്ല. ഓക്കെ. ഹിമേത് ഇലക്ട്രോണിക്സ് ആണോ? അല്ല സാർ ഇലക്ട്രിക്കൽ ആയിരുന്നു. ഇലക്ട്രിക്കൽ. അപ്പൊ ഇലക്ട്രിക്കൽ പഠിച്ചിട്ടാണ് ഇപ്പൊ IT ജോലി ചെയ്യുന്നത്? ഓക്കെ, നൈസ്. ഈ ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച ഒട്ടുമിക്ക ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഇപ്പൊ IT ഫീൽഡിൽ തന്നെയാണ്. പണ്ടേ വരുന്നൊരു പാറ്റേൺ ഇപ്പൊ മെക്കാനിക്കൽ കൂടിയായി. മെക്കാനിക്കൽ പഠിച്ചവരോട് ഇപ്പൊ എന്തായി IT വരാൻ തുടങ്ങി കേട്ടോ. അത് അവിടുന്ന് ജോബ് ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ഒരുപാട് ജോബ് ഉണ്ട്. ഓരോ ആൾക്കാരുടെ ഓരോ റീസൺ കൊണ്ടായിരിക്കും മാറുന്നത് കേട്ടോ. അതിൽ ഈ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവരോട് ഞാൻ എപ്പോഴും ചോദിക്കേണ്ട റീസൺ, എനിക്കത് വളരെ ടഫ് സബ്ജക്റ്റ് ആയിരുന്നു. എന്നിട്ടും അതിൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ട് എന്തുകൊണ്ട് ഡാറ്റാ സയൻസിലോട്ട് ഞാൻ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആവും. അത് എന്നെ സംബന്ധിച്ചോളം കേട്ടോ. എനിക്കത് ഞാൻ എപ്പോഴൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടോ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. എത്ര വിചാരിച്ചു കഴിഞ്ഞാലും മാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒരുപാട് സമയം ഈവൻ 8th ആയാലും +2 ആയാലും ഇപ്പൊ നമുക്ക് ബിടെക്കിൽ പോലും ഇത് പഠിക്കാനുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും. എങ്ങനെയാ പഠിച്ച് പാസ് ചെയ്യുന്നത് എന്തോ ഒരു അത്ഭുതം പോലെ എനിക്കിപ്പോൾ. അപ്പൊ അതൊക്കെ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് ഡാറ്റാ സയൻസ് പഠിക്കുമ്പോൾ
എനിക്കൊരു അവരോട് ഒരു റെസ്പെക്ട് തോന്നും. അത്രയും പഠിച്ചിട്ട് പിന്നെ സുവോളജി പഠിച്ച ആരെങ്കിലും നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിക്കോ. ഞാൻ കണ്ടതിൽ ഏറ്റവും എന്താണ് ഡയഗ്രാംസ് വരച്ച് പഠിക്കാനുള്ളത് സുവോളജി. അത്രയും ചിത്രം വരക്കാനുണ്ട്. അത് സാധാ ചിത്രങ്ങളൊന്നും അല്ല. നിങ്ങൾ കാണുന്ന ഒരുപാട് ഈ ജീവികളുടെ ഒരുപാട് ചിത്രം വരക്കാനുണ്ട്. അത്രയും വരച്ച് പഠിച്ചിട്ടും ഒരു അവസാനം ഡാറ്റാ സയൻസിലോട്ട് പഠിക്കാൻ വരുന്നുണ്ടാവും. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തിനാണ് മാറുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത്രയും ചെയ്യാനുണ്ട് സുവോളജി ഒക്കെ. ഞാൻ അങ്ങനെ പഠിച്ച ഒരാളെ എനിക്കറിയാം. അത് അവരുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് എന്താണ് റെക്കോർഡും അതൊക്കെ വരച്ച് പഠിച്ച് ചോദിക്കുമ്പോൾ പ്രോപ്പർ റീസൺ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതിലൊന്നും ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയിരുന്നോ? ഓക്കെ. എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? എന്തായിരുന്നു? യൂസർ റിലേഷൻഷിപ്പ് ഫംഗ്ഷനും അവർ ഇൻആക്റ്റീവിന്റെ കൺസെപ്റ്റും 2 സ്ലൈസർ ഒരുപോലെ ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഫീൽഡ് വാല്യൂടെ കൺസെപ്റ്റ് വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. ആ ഒരു ഫീൽഡ് വാല്യൂടെ കൺസെപ്റ്റോട്ട് തന്നെ പോവാം കേട്ടോ. ആ ഒരു ലോജിക്കൽ ഫംഗ്ഷനും ഫീൽഡ് വാല്യൂവിന്റെയും കൺസെപ്റ്റോട്ട് പോവാം. ഓക്കെ. നമ്മൾ ഇതുവരെ ഏതൊക്കെ വിഷ്വൽസ് ബേസിക്കലി പഠിച്ചിട്ടുണ്ട്? കോളം ചാർട്ട്, ബാർ ചാർട്ട്, പിന്നെ പൈ ചാർട്ട്, ഡോണറ്റ് ചാർട്ട്, കാർഡ് വിഷ്വല്, ടേബിൾ വിഷ്വല്, സ്ലൈസർ വിഷ്വല്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കാർഡ് വിഷ്വൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്തത്? ആക്ച്വലി സിംഗിൾ വാല്യൂ, അത് മെഷേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ. അതുപോലെ മെഷേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ അടുത്തൊരു വിഷ്വൽ കൂടിയുണ്ട്. അതിന്റെ പേരാണ് ഗേജ് വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗേജ് വിഷ്വൽ. ഗേജ് വിഷ്വൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ വെഹിക്കിൾസിലൊക്കെ സ്പീഡോമീറ്റർ ഉണ്ടാവില്ലേ? സ്പീഡോമീറ്റർ ബൈക്കിലായാലും കാറിലായാലും ബസ്സിലൊക്കെ ആണെങ്കിൽ സ്പീഡോമീറ്റർ ഉണ്ടാവും. ആ സ്പീഡോമീറ്ററിന്റെ അതേ കൺസെപ്റ്റിനെ ബേസ് ആയിട്ടാണ് ഈ ഗേജ് വിഷ്വലും വർക്ക് ചെയ്യുന്നത്. ഈ വെഹിക്കിൾസ് എന്തിനാ സ്പീഡോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഒന്ന് സ്പീഡ് ഐഡന്റിഫൈ ചെയ്യുക. അതിന് അതല്ലാതെ വേറെയും കുറച്ച് യൂസ് ഉണ്ട്. എന്തായിരിക്കും? വണ്ടി ഓടി തുടങ്ങിയാൽ സ്പീഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വണ്ടി ഓഫ് ആണെങ്കിലോ എന്തൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും? സ്പീഡോമീറ്റർ നോക്കിയിട്ട്. അതൊക്കെ ഫ്യൂൽ ഗേജും ടാക്കോമീറ്ററും അതൊക്കെയാണ്. ഞാൻ സ്പീഡോമീറ്റർ എന്ന് മാത്രമേ ചോദിച്ചത്. ആ വണ്ടിക്ക് മിനിമം എത്ര സ്പീഡിൽ പോകാൻ പറ്റും മനസ്സിലാവില്ലേ? ഓൾമോസ്റ്റ് 0 ആയിരിക്കും. മാക്സിമം എത്ര വരെ പോകാന്ന് കാണിച്ചിട്ടുണ്ടാവും. അത് ഒരു ഇൻഫോർമേഷൻ അല്ലേ? അതിൽ മിനിമം കാണാം, മാക്സിമം കാണാം. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റോഡിൽ ഇറങ്ങിയാൽ എന്ത് കാണാം? അതിൽ ഇപ്പം കറന്റ് എത്ര സ്പീഡിൽ പോകുന്നത് കാണാൻ പറ്റും. ഇത് കൂടാതെ ഒരു ഇൻഫോർമേഷൻ കൂടെ അതിൽ നിന്ന് കിട്ടും. എന്താണെന്നറിയാം? എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ്. അല്ല, അത് ഇതാണ് എന്താ പറയാ, ഓഡോമീറ്റർ ആണ്. സ്പീഡോമീറ്റർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ സ്പീഡോമീറ്റർ. എക്കോണമി മറ്റേ മൈലേജ് എത്ര നന്നായി കിട്ടും എത്ര സ്പീഡിൽ ഓടിക്കഴിഞ്ഞാല്? യെസ്, അത് തന്നെ. എന്താണ് ആ റോഡിന്റെ അകത്ത് അവർ പറഞ്ഞ ലിമിറ്റിൽ തന്നെയാണ് നമ്മൾ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്പീഡോമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അത് അതിൽ മിനിമം സ്പീഡ്, മാക്സിമം സ്പീഡ്, കറന്റ് നമ്മൾ പോകുന്ന സ്പീഡ്, അത് ആ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിന്റെ അകത്ത് തന്നെയാണോ, അതിനേക്കാളും ഡൗൺ ആണോ, അല്ല അതിനേക്കാളും എക്സീഡ് ചെയ്തിട്ടുണ്ടോ? ഇതേ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആരും വർക്ക് ചെയ്യുന്നത്? ഗേജ് വിഷ്വലും പവർ ബിയുടെ അകത്ത് വർക്ക് ചെയ്യുക. നമ്മളൊരു വാല്യൂ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂന് മിനിമം എത്ര വരെ പോകാം, മാക്സിമം എത്ര വരെ പോകാം, അത് കറന്റ് അതെവിടെ എത്തി, അത് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടോ ഇല്ലയോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ആര് യൂസ് ചെയ്യാം? ഗേജ് വിഷ്വൽ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇപ്പൊ വരാം. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ആ വിഷ്വൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ബിൽഡ് പെയിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗേജ് വിഷ്വൽ കാണാൻ പറ്റും. ഒരു മിനിറ്റ്.
എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കാണുന്നില്ല, ഗേജ് വിഷ്വൽ അവിടെ കാണുന്നില്ലേ? ബിൽഡ് പെയിനിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി? ഗേജ് വിഷ്വൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ കാണാൻ പറ്റും, കണ്ടോ, ഒരു സ്പീഡോമീറ്ററിലേക്ക് ഒരു ഷേപ്പിൽ കാണാൻ പറ്റും. ആ സൂചിയൊന്നും ഉണ്ടാവില്ല, പുറത്തിൽ ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടാവും കേട്ടോ. അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. കാണാം, വാല്യൂ, മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ടാർഗറ്റ് വാല്യൂ. ഓക്കെ, അല്ല നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട നമ്മൾ എവിടെ ആഡ് ചെയ്യാം? വാല്യൂലോട്ട് ആഡ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ ടോട്ടൽ സെയിൽസ് എടുത്തിട്ട് നേരെ വാല്യൂലോട്ട് ആഡ് ചെയ്യും. അപ്പൊ വിഷ്വൽ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം മെഷീൻ തന്നെ എന്ത് ചെയ്യും? മിനിമവും മാക്സിമം അവിടെ സെറ്റ് ചെയ്യും. മിനിമം കാണാൻ പറ്റും 0 മില്യൺ, മാക്സിമം 51 മില്യൺ. എന്തായിരിക്കും ഈ 51 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കറന്റ് ഉള്ള വാല്യൂന്റെ നേരെ ഡബിൾ ആണ് അത് തരുവാട്ടോ. അത് നിങ്ങൾ ഏത് എന്താണ് എക്സ്പ്രഷൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കോ. കറന്റ് ഉള്ള വാല്യൂടെ നേരെ ഡബിൾ ആയിരിക്കും അത് റിട്ടേൺ ചെയ്ത് തരുക. നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്ത പോർഷൻ നോക്കിയാൽ മതി. ഇപ്പൊ ഇത്രയും ഫില്ലായി, ഇനി 50% അവിടെ ബാക്കിയുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ കാണാൻ പറ്റും. ഇനി അതിന് പകരം നമ്മളവിടെ ഒരു പെർസെന്റേജ് വാല്യൂ ആഡ് ചെയ്യുന്ന ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം. ഞാൻ പ്രോഫിറ്റ് മാർജിൻ അതിലോട്ട് ആഡ് ചെയ്തു. കണ്ടോ, ഒരു പെർസെന്റേജ് വാല്യൂന് മിനിമം എത്ര വരെ പോകാൻ പറ്റും? 0%ഉം മാക്സിമം 100% കേട്ടോ. അപ്പൊ അതിൽ നമ്മളിപ്പോ എത്ര എത്തി? 32.52% കേട്ടോ. ഇനി ബാക്കി ഇത്രയും പോർഷൻ അവിടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് മാറ്റിയിട്ട് വീണ്ടും ടോട്ടൽ സെയിൽസ് തന്നെ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മിനിമം വാല്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ അവർ പറയാണ് സെയിൽസ് ഒരിക്കലും സീറോയിലോട്ട് പോവില്ല. അറൗണ്ട് ഒരു 20 മില്യൺ എന്ത് ചെയ്യും? അത് ലിമിറ്റ് ആവും. ഏറ്റവും മിനിമം പോകാൻ ചാൻസ് ഉള്ള എപ്പോഴും 20 മില്യൺ ആണ്. അപ്പൊ നമുക്ക് ഈ മിനിമം വാല്യൂ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിക്കൽ ഒരു മെഷറിന്റെ അകത്ത് ആ വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് അതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. നേരെ ഫോർമാറ്റ് യുവർ വിഷ്വൽസിൽ ഗേജ് ആക്സിസ് കാണാൻ പറ്റും. അവിടെ വേണം എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാൻ പറ്റും. മിനിമം ഇനി ഇവിടെ പോയിട്ട് 20 മില്യൺ ആക്കുവാണ്. 20 മില്യൺ കണ്ടോ. അതായത് സെയിൽസിന് ഏറ്റവും താഴെ പോകാൻ പറ്റുന്ന എത്രയാണ്? 20 മില്യൺ. ഏറ്റവും മാക്സിമം പോകുന്നത് 51 മില്യൺ. അത് ഞാൻ ചേഞ്ച് ചെയ്യാണ്. എന്റെ കമ്പനിക്ക് ഏറ്റവും മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ടത് എത്രയാണ്? 30 മില്യൺ ആണ്. എന്ത് ചെയ്യുന്നത്? ഞാൻ 30 മില്യൺ ആഡ് ചെയ്യാൻ പോവാണ് മാക്സിമത്തിൽ. കണ്ടോ, ഏറ്റവും മിനിമം 20 മില്യണും ഏറ്റവും മാക്സിമം 30 മില്യണും. അത് കറന്റ് നമ്മൾ എത്ര അച്ചീവ് ചെയ്തു? 26 മില്യൺ. ക്ലിയർ ആയോ? അത് ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നവരില്ല ആ ഒരു പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യാം, എത്രത്തോളം എത്തി, 30 മില്യൺ ആവാറായോ ഇല്ലയോ. അത് ചിലപ്പോൾ എന്തുണ്ടാവും? ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ മിനിമം ഇത്രയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അതായത് ഒരു വർഷത്തെ പ്ലാൻ ആണ് എത്ര? 30 മില്യൺ. അപ്പൊ അതിൽ ഓരോ ക്വാർട്ടറിലും ഓരോ ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വാർട്ടർ കഴിയുമ്പോൾ ഇത്ര അച്ചീവ് ചെയ്യണം, സെക്കൻഡ് ക്വാർട്ടർ കഴിയുമ്പോൾ ഇത്ര, തേർഡ് ക്വാർട്ടർ കഴിയുമ്പോൾ ഇത്ര. അപ്പൊ ഇവിടെ പറയുന്നത് തേർഡ് ക്വാർട്ടർ ആകുമ്പോഴേക്കും മിനിമം ഒരു 28 മില്യൺ എങ്കിലും എന്തായിരിക്കണം? അച്ചീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ക്വാർട്ടർ ആകുമ്പോഴേക്കും എത്രയാവും? 30 മില്യൺ ആവും. അപ്പൊ എന്ത് കൊടുക്കേണ്ടി വരും? ടാർഗറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എന്ത് കാണാൻ പറ്റും? ടാർഗറ്റ് എത്രയാ? ടാർഗറ്റ് പറഞ്ഞ് 28 മില്യൺ. അപ്പൊ അവിടെ ഒരു ലൈൻ വന്നു കേട്ടോ. അതായത് തേർഡ് ക്വാർട്ടർ കഴിയുമ്പോഴേക്കും എവിടെ എത്തണം? ഈ 28 മില്യൺ എത്തണം. തേർഡ് ക്വാർട്ടറിൽ 28 മില്യൺ എത്തിക്കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ഫോർത്ത് ക്വാർട്ടർ കൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ 30 മില്യൺ അച്ചീവ് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്തുമോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? സ്ട്രാറ്റജി ഇവിടെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിനാണ് ആര് യൂസ് ചെയ്യാം? ഗേജ് വിഷ്വൽ നമ്മൾ യൂസ് ചെയ്യണ്ടോ. ഒരു ഗോൾ റിലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസിനെ എന്താണ് ഡിസ്പ്ലേ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വിഷ്വലാണ് ഗേജ് വിഷ്വൽ. അത് ഗോൾ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ. എല്ലാ ന്യൂമറിക്കൽ വാല്യൂസും ഗോൾ റിലേറ്റ് ചെയ്യുന്നതായിരിക്കുമോ? അല്ല. ടാർഗറ്റ് റിലേറ്റ് ചെയ്ത ആൾക്കാരെയാണ് എന്ത് കോൾ ചെയ്യുന്നത്? ഗോൾ എന്ന് കോൾ ചെയ്യുക. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഇനി എങ്ങനെയൊക്കെ പോകണം. എപ്പോഴും പെട്ടെന്ന് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെ എന്തിനാ ആ ഒരു പ്രോസസ് നമുക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. എത്താനായോ, അല്ല ഒരുപാട് പുറകിലാണോ, അല്ല എത്തി മുമ്പോട്ട് എത്തിയോ. ഇൻ കേസ് എത്താനായി വളരെ ചെറിയൊരു ഷോർട്ട് ഇഷ്യൂ ഇല്ല, അപ്പൊ എന്ത് ചെയ്യാം? ചെറിയ ചേഞ്ചസ് വരുത്താം. നമ്മൾ വിചാരിച്ച സമയത്ത് എന്താണ് അവിടെ എത്തിയില്ല. ഇപ്പൊ ഞാൻ പറയാണ് തേർഡ് ക്വാർട്ടറും കഴിഞ്ഞു, തേർഡ് ക്വാർട്ടർ എൻഡ് ആവാൻ പോവാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ എത്രയായുള്ളൂ? 26 മില്യൺ. ഇത്രയും പോർഷൻ അവിടെ ബാക്കിയുണ്ടല്ലേ. അപ്പോൾ ഫോർത്ത് ക്വാർട്ടർ കഴിയുമ്പോഴേക്കും 30 മില്യൺ എത്തുമോ? ചാൻസ് വളരെ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ സ്ട്രാറ്റജി അവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരും.
അപ്പൊ അതൊക്കെ എവിടുന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ? ഈ ഒരു ഗേജ് വിഷ്വൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാണാൻ ചെറിയ വിഷ്വൽ ആണെങ്കിലും അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. ഇപ്പൊ ഒരു ഗോൾ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് റിലേറ്റഡ് ചെയ്തിരിക്കുന്ന വാല്യൂസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന വിഷ്വലാണ് ഗേജ് വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈന് ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. Yes, sir. Clear ആണ്, sir. ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാവരും ഗേജ് വിഷ്വൽ പ്രോപ്പർ ആയിട്ട്. സർ മിനിമം മാക്സിമം വാല്യൂ സെറ്റ് എന്ത് മാത്രം പറഞ്ഞതോ? ജസ്റ്റ് ഫോർമാറ്റ് യുവർ വിഷ്വൽ വന്നിട്ട് ഗേജ് ആക്സിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മിനിമവും മാക്സിമവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മിനിമം മീൻസ് ആ ഒരു വാല്യൂ എത്ര വരെ താഴെ പോകാം, അതാണ് മിനിമം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാക്സിമം എന്നാൽ അതിന് ഏറ്റവും മാക്സിമം വരെ എത്താൻ പറ്റുന്ന വാല്യൂ. അതിന്റെ ഇടയിൽ നമുക്ക് വേണം എന്ത് ചെയ്യാം? ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. തൽക്കാലം ഈ മിനിമവും മാക്സിമം ഒക്കെ പഴയതുപോലെ തന്നെ ആക്കി വെക്കുവാണ്. അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ് കേട്ടോ. മെഷീൻ തന്നത് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. ടാർഗറ്റും തൽക്കാലം കൊടുക്കുന്നില്ല. ഓക്കെ. ഇതിന് പകരം ഞാനിവിടെ ഒരു സ്ലൈസർ ബിൽഡ് ചെയ്യാണ്. ഇപ്പൊ ഈ 26 മില്യൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ഡേറ്റിലതും ആയിരിക്കും അല്ലേ? പക്ഷെ അതിനെന്ത് ചെയ്യണം? എനിക്ക് ഓരോ ഡേറ്റിലതും കാണാൻ പറ്റണം. ഓക്കെ. എന്ത് ചെയ്തു? ഞാനിവിടെ ഒരു സ്ലൈസർ ബിൽഡ് ചെയ്തു. സ്ലൈസറിലോട്ട് ഞാൻ ജസ്റ്റ് ഡേറ്റ് ടേബിളിൽ നിന്ന് ഇയറും ഡേറ്റ് ഹറാർക്കിൽ നിന്ന് ഇയറും മന്തും ആഡ് ചെയ്തു. ഓക്കെ. ഇപ്പം 2018 ജാനുവരി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാം. മെഷീൻ തന്നെ എത്രയാണ് പറയുന്നത്? മാക്സിമം 2 മില്യൺ. നമുക്കാണ് ചേഞ്ച് ചെയ്യാം. നേരത്തെ കണ്ടില്ല, ചേഞ്ച് ചെയ്യാം. മിനിമം സോറി, അതിൽ എത്ര നമ്മൾ അച്ചീവ് ചെയ്തു? 945K. ഓക്കെ. അപ്പൊ ഇവിടെ ക്ലയന്റ് പറയുന്നത് ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. ഈ വാല്യൂ അവിടെ വെച്ചേക്ക്. ഈ 945K എന്താണ്? ഒരു ടാർഗറ്റ് ഉണ്ട്.
2018 ജാനുവരിയിലെ സെയിൽസിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ജാനുവരിയാണ്. അതുപോലെ 2018 ഫെബ്രുവരി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് 2017 ഫെബ്രുവരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് കൺസെപ്റ്റ് കിട്ടിയോ? സെലക്ട് ചെയ്ത പീരീഡിന്റെ പ്രീവിയസ് ഇയറിലെ സെയിം പീരീഡിലെ വാല്യൂ. അപ്പൊ അതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ടാർഗറ്റ് വാല്യൂ. ഈ ടാർഗറ്റ് വാല്യൂലോട്ട് ആരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി? നമ്മുടെ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിന് അതിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. എന്താണ് അത് അവിടെ ചെയ്യണം? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ടാർഗറ്റിലോട്ട് ആഡ് ചെയ്തോ. ഇപ്പൊ 2018 ജനുവരിയിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ? ഇല്ല. 2018 ഫെബ്രുവരിയിലും ഇല്ല. മാർച്ചിൽ എന്താണ് ടാർഗറ്റ് അച്ചീവ് ആയി കണ്ടോ? ഏപ്രിലും ടാർഗറ്റ് അച്ചീവ് ആയി, മെയിൽ അച്ചീവ് ആയില്ല, ജൂൺ അടുത്തെത്തിയിട്ടുണ്ട് കണ്ടോ, പക്ഷെ അച്ചീവ് ആയിട്ടില്ല. ജൂലൈ ഓക്കെയാണ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമുക്ക് ഇതുപോലെ ഒരു പ്രോഗ്രസ് അവിടെ മനസ്സിലാക്കാൻ പറ്റും കണ്ടോ. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും അടുത്തൊരു റിക്വയർമെന്റ് കൂടെ പറയാണ് ക്ലയന്റ്. ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ കളർ മാറിയിട്ട് ഗ്രീൻ കളർ ആവണം. ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ ആവണം. ഇനി ടാർഗറ്റ് അച്ചീവ് ആയില്ലെങ്കിൽ അതൊരു റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതായത് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂ എന്താവണം? ഗ്രീൻ ആകണം. ടാർഗറ്റ് അച്ചീവ് ആയില്ലെങ്കിൽ എന്താവണം? അത് മാറിയിട്ട് റെഡ് ആകണം. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ ഓപ്ഷൻ മാത്രം കാണിച്ചു തരാം. ഇവിടെ ഫോർമാറ്റ് യുവർ വിഷ്വലിന് കളേഴ്സിൽ ഫില്ലും കാണാം, ടാർഗറ്റും കാണാം. ഇതിൽ ഏതായിരിക്കും ചേഞ്ച് ചെയ്യേണ്ടി വരുമോ? ഫില്ല് ചേഞ്ച് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിക്കണം. ക്ലിയർ ആയോ? ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളർ, ടാർഗറ്റ് അച്ചീവ് ആയില്ലെങ്കിൽ റെഡ് കളർ. ഓൺലൈൻ ക്ലിയർ ആയോ? എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? Yes, sir. ഓക്കെ, ബാക്കിയുള്ളവർക്കോ ക്ലിയർ ആയോ? യെസ് സർ. അങ്ങനെ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫിൽ കളർ ഗ്രീൻ ആയിട്ട് മാറണം. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ റെഡ് കളർ ഉള്ള കൺസെപ്റ്റിലോട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റിയെടുക്കും. പിന്നെ ആര് യൂസ് ചെയ്യുക? കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഫീൽഡ് വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ.
റെഡ് എന്ന് ടൈപ്പ് ചെയ്തേ. കളർ കോഡ് സെർച്ച് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഗ്രീൻ റെഡ് എന്ന് കൊടുത്താൽ മതി. വരും. ഏതാ കോഡ് സെലക്ട് കൊടുക്കാം. Yes. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്, ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കിയാൽ മതിയല്ലേ. ഈ ഫംഗ്ഷന്റെ ഹെൽപ്പോട് കൂടെ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കിയാൽ മതി. എന്താണ്, ടോട്ടൽ സെയിൽസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ റെഡ്. അത് നേരെ എടുത്തിട്ട് എവിടെ ആഡ് ചെയ്താൽ മതി, ഇതിലെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ഫീൽഡ് വാല്യൂലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആ ഒരു മെഷർ ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യുന്നു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ ഇവിടെ കളർ ഗേജ് എന്ന് പാസ് ചെയ്തു. ഈക്വൽ ടു ഏതാണ്, ഈഫ്. എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ, ടാർഗറ്റ് അച്ചീവ് ചെയ്തു മീൻസ് ടോട്ടൽ സെയിൽസ് എന്തായിരിക്കണം, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിനെക്കാളും വലുതായിരിക്കണം. അപ്പോൾ ചെക്ക് ചെയ്യുക, ടോട്ടൽ സെയിൽസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് കളറായിരുന്നു പറഞ്ഞത്, ഗ്രീൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, കോഡ് യൂസ് ചെയ്യാം കേട്ടോ. തൽക്കാലം കോഡ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ റെഡ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. എന്താണെന്ന് അറിയാം, എല്ലാവരും ഇതുപോലെ തന്നെയാണോ എഴുതിയിരിക്കുന്നത്? പക്ഷെ ഇങ്ങനെ കൊടുത്താൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്താ ആർക്കും കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ്, ഇൻ കേസ് രണ്ട് വാല്യൂ സെയിം ആയി, അത് കറക്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും, യെസ്, എന്തായിരിക്കും ഔട്ട്പുട്ട് വരുക, റെഡ് ആയിരിക്കും കാണിച്ചു തരുക. ഇപ്പൊ രണ്ടാൾക്കാർ സെയിം ആണെങ്കിൽ എന്ത് തന്നെ വേണം, ടാർഗറ്റ് അച്ചീവ് ആയാലും അതിന്റെ റീസൺ ഇത്. അപ്പൊ അത് ഇപ്പോഴും ഗ്രീൻ വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടെ യൂസ് ചെയ്യണം. അപ്പൊ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പാസ് ചെയ്യാൻ. അപ്പൊ അതവിടെ പാസ് ചെയ്യും. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് ഇതിന്റെ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ആഡ് ചെയ്തുകൊണ്ട് ഗ്രേഡിയൻ ഫീൽഡ് വാല്യൂ കളേഴ്സ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ?
ഓൺലൈൻ ബാക്കിൽ രണ്ടുപേര് ചെയ്യുന്നുണ്ടോ? അനന്തു, ബിഷു, രുക്മിണി ചെയ്യുന്നുണ്ടോ? Okay. ഇതിലിപ്പം വീണ്ടും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നമ്മൾ 2017 ജാനുവരി സെലക്ട് ചെയ്തു. എന്തായിരിക്കും കളർ കാണിച്ചു തരുമോ? റെഡ് ആണോ ഗ്രീൻ ആണോ? ഇതായിരിക്കും വരുമോ? ഗ്രീൻ ആയിരിക്കും വരുമോ? എന്തുകൊണ്ടാ? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിൽ മീൻസ് ടാർഗറ്റ് 0 എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകും. 0 അല്ല, ബ്ലാങ്ക് ആവും. അപ്പോൾ ഉറപ്പായിട്ട് എന്താ ട്രൂ ആയിരിക്കും, ഗ്രീൻ വരും. ഈ കാണിക്കുന്നത് കറക്റ്റ് ആണോ? അല്ല. അപ്പൊ വീണ്ടും ക്ലയന്റ് അടുത്ത റിക്വയർമെന്റ് പറയാണ്, ടാർഗറ്റ് വാല്യൂ ഇല്ലെങ്കിൽ ബ്ലൂ കളർ മതി. ടാർഗറ്റ് ഉണ്ടാവുമ്പോൾ മാത്രം ആര് മതി? ഗ്രീനും റെഡിന്റെയും കൺസെപ്റ്റ് മതി. ടാർഗറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ബ്ലൂ കളർ മാത്രം മതി. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഓൺലൈന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അതായത് ഇപ്പം 2017 ജാനുവരി സെലക്ട് ചെയ്യുമ്പോൾ ഇതിവിടെ ഗ്രീൻ വരാനുള്ള റീസൺ എന്താ? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ ഇല്ല. കണ്ടോ, ഇവിടെ വെക്കുമ്പോൾ തന്നെ കാണിച്ചിരുന്നു ബ്ലാങ്ക്. അപ്പൊ അവർക്ക് വേണ്ടത് എന്താണ്? ടാർഗറ്റ് വാല്യൂ വരുന്ന സമയത്ത് മാത്രം ഗ്രീനും റെഡും വർക്ക് ആയാൽ മതി. ടാർഗറ്റ് ഇല്ലെങ്കിൽ ബ്ലൂ കളർ ഡിസ്പ്ലേ ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ. നമ്മൾ എഴുതിയ മെഷറിൽ തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഓൾറെഡി നിങ്ങൾ പുതിയത് എഴുതി ഉണ്ടാക്കൊന്നും വേണ്ട, നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഫീൽഡിൽ തന്നെ ചെറിയൊരു ചേഞ്ച് മതി. അപ്പോഴല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ലേ? അതിൽ തന്നെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. ഓൺലൈൻ ക്ലിയർ ആണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്? ടാർഗറ്റ് വാല്യൂ ഉള്ളപ്പോൾ മാത്രം ഗ്രീനോ റെഡ് എന്നുള്ള കളറിൽ കൺസെപ്റ്റ് മതി. ടാർഗറ്റ് വാല്യൂ ഇല്ലെങ്കിൽ ബ്ലൂ കളർ തന്നെ ഡിസ്പ്ലേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? യെസ് സർ. ശരി. നമ്മൾ ഈ കണ്ടീഷനെ മറ്റൊരു കണ്ടീഷൻ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഈ കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനു മുമ്പ് മറ്റൊരു കണ്ടീഷൻ വർക്ക് ആവണം. അപ്പോൾ ഇതിനെന്ത് ചെയ്താൽ മതി? വേറൊരു കണ്ടീഷൻ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. എക്സിന്റെ ഉള്ളിലാക്കി. റാപ്പ് ചെയ്യാന്ന് പറയും. ഒന്നിനെ മറ്റൊന്ന് വെച്ചിട്ട് റാപ്പ് ചെയ്യുക. അതാണെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ മതി. എന്ത് ചെയ്യുക? ഈ ഒരു ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ മറ്റൊരു കണ്ടീഷൻ എന്ത് ചെയ്യുക? അതിന്റെ മുമ്പിൽ പാസ് ചെയ്യുക. എന്താണ് ഇഫ്? അതിന്റെ മുമ്പ് വീണ്ടും ഒരു ഇഫിനെ കോൾ ചെയ്യുക. എന്തായിരിക്കും? ഇഫ് എന്ത് ചെക്ക് ചെയ്യണം? കണ്ടീഷൻ
ടോട്ടൽ ലാസ്റ്റ് ഇയർ ടോട്ടൽസ്. അതൊരിക്കലും എന്താവരുത്, ബ്ലാങ്ക് ആവരുത്. അതായത് ബ്ലാങ്ക് ആണെങ്കിൽ എന്ത് ചെയ്യരുത്, ഈ കണ്ടീഷൻ വർക്ക് ആവരുത്. ബ്ലാങ്ക് അല്ലെങ്കിൽ മാത്രം ഈ കണ്ടീഷൻ വർക്ക് ആയാൽ മതി. ഇപ്പൊ എന്ത് പാസ് ചെയ്യണം, നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക്. ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുന്നത് നല്ലത്. നോട്ട് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി, ബ്ലാങ്ക് ആണോ ചെക്ക് ചെയ്താൽ മതി. ബ്ലാങ്ക്. സർ ഞാൻ കൊടുത്തത് ലൈക്ക് ഇഫ് ടോട്ടൽസ് ആ ചുമ്മാ വാല്യൂ മാത്രമേ കൊടുത്തോളൂ. എങ്ങനെ വാല്യൂ മാത്രം? നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക് ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ആ വാല്യൂ മാത്രം. എന്ന് വെച്ചാൽ ഇഫ് അത് എക്സിസ്റ്റ് ആണെങ്കിൽ ഇഫിൽ വരിക, എക്സിസ്റ്റ് അല്ലെങ്കിൽ പുറത്തു പോവുക. എങ്ങനെ ഇവിടെ നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക് കൊടുക്കാണ്ട് ചെയ്തോ? ആ ചുമ്മാ വാല്യൂ മാത്രം കൊടുത്തുള്ളൂ. ഇങ്ങനെ മാത്രം കൊടുത്തു? ആ അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് പെട്ടെന്ന് ആൾക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാവണം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. നോട്ട് ഈക്വൽ അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വർക്ക് ആവും. അതൊരു കണ്ടീഷൻ ആയിട്ട് തന്നെ എടുക്കും. എന്ത് ചെയ്യുന്നു, ബ്ലാങ്ക്. അത് പാസ് ചെയ്തു. ഇനി ഇവിടെ അടുത്തൊരു കണ്ടീഷൻ കൂടെ വരാം. 2019 ഏപ്രിൽ മെയ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്താവും, ടാർഗറ്റ് ഉണ്ടോ? സോറി, അപ്പൊ കറണ്ട് ഇയറിലെ സെയിൽസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് കൂടി ആവരുത്, കറണ്ട് ഇയറിലെ സെയിൽസും ബ്ലാങ്ക് ആവരുത്. ഇപ്പൊ എന്ത് പാസ് ചെയ്യാം, രണ്ട് കണ്ടീഷൻ. ആൻഡ് ടോട്ടൽ സെയിൽസ് ഓൾസോ നോട്ട് ഈക്വൽ ടു ബ്ലാങ്ക്. ഈ രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് വർക്കായാൽ മതി. അല്ലെങ്കിൽ ഏത് കളർ തന്നേക്ക്, ബ്ലൂ കളർ തന്നേക്ക്. ബ്ലൂ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇപ്പോഴും 2017 സെലക്ട് ചെയ്യുമ്പോൾ മുഴുവനും ബ്ലൂ ആയിരിക്കും കേട്ടോ. 18 മുതൽ മാത്രം എന്ത് ചെയ്യും, കറക്റ്റ് കളർ കോഡ് നമുക്ക് അവിടെ വരും. 9 ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ബ്ലാങ്ക് ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷനെ മറ്റൊരു കണ്ടീഷൻ വെച്ച് നമുക്ക് അവിടെ വേണമെങ്കിൽ റാപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന മെഷേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കൺട്രോൾ കിട്ടിയുണ്ടോ. ഓൺലൈനിൽ ക്ലിയർ ആണോ, ഈ ചെയ്ത മെത്തേഡ് ക്ലിയർ ആണോ? യെസ് സർ. സർ അത് ഈക്വൽ ടു ബ്ലാങ്ക് കൊടുത്താലും പ്രശ്നമല്ലോ. ഈക്വൽ ടു ബ്ലാങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, റിസൾട്ട് Or- ഫോൾസിന്റെ അവിടെ ഇത് പാസ് ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ് ചെയ്തത്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നേരെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഇത് ഈക്വൽ ടു ബ്ലാങ്ക് പാസ് ചെയ്യാം. ഇത് ചെയ്തതിന് നേരെ ഉൾട്ട കണ്ടീഷൻ, ഇത് ബ്ലാങ്ക്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് പാസ് ചെയ്യാം, ബ്ലൂ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട്. ഇങ്ങനെയും ചെയ്യാം, ഇത് സെയിം തന്നെയാണ്. ഓൺലൈൻ ചെയ്തവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ബാക്കിൽ രണ്ടുപേര് ചെയ്യുന്നുണ്ട് ഓൺലൈൻ. ഇത്രയും ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ വർക്ക്. ഇനി ഇതുപോലെ അടുത്തൊരു കൺസെപ്റ്റിലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഫീൽഡ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്തു, കളറിനെ മാത്രം കൺട്രോൾ ചെയ്തു. ഫീൽഡ് വാല്യൂന് കളറിനെ മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അടുത്തൊരു കൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇതുവരെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വെച്ചിട്ട് എന്ത് മാത്രമേ കൺട്രോൾ ചെയ്തുള്ളൂ, കളേഴ്സിന് മാത്രമേ ചെയ്തുള്ളൂ. അത് ഗ്രേഡിയന്റ് ആണെങ്കിലും റൂൾസ് ആയാലും ഫീൽഡ് വാല്യൂ ആയാലും. അല്ല ഗ്രേഡിയന്റ് റൂൾസ് എന്തിനു മാത്രം യൂസ് ചെയ്യാൻ പറ്റും, കളറിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഫീൽഡ് വാല്യൂ കളറിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈവൻ ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ആരെ യൂസ് ചെയ്യാം, ഫീൽഡ് വാല്യൂ യൂസ് ചെയ്യാം. ഇമേജിനെ കൺട്രോൾ ചെയ്യാനും ആരെ യൂസ് ചെയ്യാം, ഫീൽഡ് വാല്യൂ യൂസ് ചെയ്യാം. കളറിനെ മാത്രമല്ല കേട്ടോ, ടെക്സ്റ്റിനെ കൺട്രോൾ ചെയ്യാനും
ഇമേജിനെ കൺട്രോൾ ചെയ്യാൻ അവർ ആര് യൂസ് ചെയ്യും? ഫീൽഡ് വാല്യൂവിന് യൂസ് ചെയ്യും. ഓക്കെ. ഇനി ടെക്സ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് ഓരോ സെലക്ഷൻ അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഓക്കെ. ഇതുവരെ ചെയ്ത എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ബേസിക് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു കോളം ചാർട്ട്. നിങ്ങൾക്ക് ഏത് വിഷ്വൽ വേണം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. കോളം ചാർട്ടിന്റെ എക്സ് ആക്സിലോട്ട് ഞാൻ ഡേറ്റ് ടേബിളിലെ ഡേറ്റ് ഹയറാർക്കിയിലെ മന്തും വൈ ആക്സിലോട്ട് ജസ്റ്റ് ടോട്ടൽ സെയിൽസും ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ കാണാൻ പറ്റുന്നത്? ഓരോ ഇയറിലെയും ഓരോ മന്തിലെയും സെയിൽസ് ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഏതാണ് ഇയർ എന്ന് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ യൂസർക്ക് ഇയർ വൈസ് ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റണം. എന്തുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും? ഒരു സ്ലൈസർ അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു സ്ലൈസർ സെറ്റ് ചെയ്യുന്നു. സ്ലൈസറിലോട്ട് എന്താ ആഡ് ചെയ്യേണ്ടി വരും? ഡേറ്റ് ടേബിളില് ഡേറ്റ് ഹയറാർക്കിയിൽ ഇയർ. സ്ലൈസറിന്റെ സ്റ്റൈൽ ഞാൻ നേരെ ടൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. 2017 സെലക്ട് ചെയ്യുമ്പോൾ ഈ വിഷ്വൽ എന്തായിട്ട് മാറി? 2017 ടോട്ടൽ സെയിൽസ് ബൈ മന്ത് ആയി. 18 സെലക്ട് ചെയ്യുമ്പോഴോ 18, 19 സെലക്ട് ചെയ്യുമ്പോൾ 19. ഓക്കെ. പക്ഷെ ഈ വിഷ്വലിന്റെ ടൈറ്റിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ വിഷ്വലിൽ എവിടെയെങ്കിലും ഇത് 17 ആണ് 18 ആണ് ഇൻഡിക്കേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് സ്ലൈസറിന്റെ സെലക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതവിടെ മനസ്സിലാവുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ സെലക്ഷൻ ചെയ്ത് വെച്ചു, വിഷ്വൽ ചൂസ് ചെയ്തു. പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ഇയറിലെ മന്ത് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ടൈറ്റിലില് എന്താണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് 2017 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്ത് പാസ് ചെയ്യാം? ടോട്ടൽ സെയിൽസ് ബൈ മന്ത് 2017. 18 ആണെങ്കിലോ ടോട്ടൽ സെയിൽസ് ബൈ മന്ത് 2018. 19 ആണെങ്കിലോ ടോട്ടൽ സെയിൽസ് ബൈ മന്ത് 2019. അതുപോലെ എന്താണോ നമ്മൾ ഓരോ സെലക്ഷൻ അനുസരിച്ചിട്ടും ടൈറ്റില് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരു വിഷ്വൽ ടൈറ്റിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. വിഷ്വൽ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് യുവർ വിഷ്വൽ, ടൈറ്റിൽ. ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത പോലെ ഇവിടെ ടൈറ്റിൽ അപ്ഡേറ്റ് ചെയ്താം. പക്ഷെ ഇവിടെ അപ്ഡേറ്റ് ചെയ്താൽ എന്തായിരിക്കും? ആ ഒരു സ്റ്റാറ്റിക് ടൈറ്റിൽ ആയിരിക്കും. ചേഞ്ച് ആവുമോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം? ഓരോ കണ്ടീഷനും അനുസരിച്ചുള്ള ടൈറ്റിൽ എനിക്ക് അവിടെ മാറി മാറി വരണം. അതിന് ആരെ യൂസ് ചെയ്യാം? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കണ്ടോ? ഒരു ടൈറ്റിൽ ചേഞ്ച് ചെയ്യുന്ന അവിടെ പോയി നമുക്ക് എന്ത് കാണാൻ പറ്റും? കണ്ടീഷണൽ ഫോർമാറ്റ്. ഇവിടെ ഗ്രേഡിയന്റ് റൂൾസ് ഉണ്ടാവുമോ? ഇല്ല. എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത്? കളർ അല്ല, ഒരു ടെക്സ്റ്റ് ആണ് ഔട്ട്പുട്ട് കൊണ്ടുവരേണ്ടത്. അത് ആരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ? ഫീൽഡ് വാല്യൂ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. കണ്ടോ? ഇവിടെ ഫീൽഡ് വാല്യൂ മാത്രമേ ഉണ്ടാവും, ബാക്കി ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആ ഒരു ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആ ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. എന്ത് ചെയ്യുന്നു? ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ ജസ്റ്റ് ലേബൽ എന്ന് പാസ് ചെയ്തു, ഈക്വൽ ടു. ഞാൻ ഏത് ഇയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന പാർട്ട് ഏതാ? ടോട്ടൽ സെയിൽസ് ബൈ മന്ത്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെ പാസ് ചെയ്യാം? ഡബിൾ കോഡ്സിൽ പാസ് ചെയ്യണം, ടോട്ടൽ സെയിൽസ് ബൈ മന്ത്. അതിനുശേഷം ഒരു സ്പേസ് കൂടെ ആഡ് ചെയ്തു. ഇനി ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? യൂസർ എന്താണോ സ്ലൈസറിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ആളെ കൂടെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ആ ഫംഗ്ഷന്റെ പേരാണ് സെലക്ടഡ് വാല്യൂ. നമ്മളൊരു കോളത്തിൽ നിന്ന് എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് സെലക്ടഡ് വാല്യൂ. ഫംഗ്ഷന്റെ പേര് തന്നെ അത് ആരാണെന്നുണ്ടെന്നാണ് സെലക്ട് ചെയ്ത വാല്യൂ. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം? ആ ഫംഗ്ഷൻ കൂടെ കമ്പൈൻ ചെയ്യാം, സെലക്ടഡ് വാല്യൂ. അതിൻ്റെ അകത്ത് പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ് എന്താ? കോളത്തിന്റെ പേര്. അതായത് ഏത് കോളത്തിൽ നിന്നാണ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത്? ഏത് കോളത്തിനെ സെലക്ട് ചെയ്യുന്നത്? ഡേറ്റ് ടേബിളില് ഡേറ്റ്. അപ്പോൾ ചോദിക്കും, ഇതൊരു ഹയറാർക്കി കോളം ആയതുകൊണ്ട് ഡേറ്റ് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആളെ മാത്രമാണോ? ആരെ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ? ഇയറിനെ മാത്രം. ഇയർ മാത്രം ചൂസ് ചെയ്യും, ഫംഗ്ഷൻ അവിടെ പോസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന്റെ കൂടെ ആര് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും? സെലക്ടഡ് വാല്യൂഡ് ഔട്ട്പുട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? അതാണ് ഞാൻ അവിടെ കമ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ക്രിയേറ്റ് വെച്ച ഫീൽഡ് എവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? ഇതിന്റെ ഇവിടെ ആഡ് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഫീൽഡ് വാല്യൂ, ഓൾ ഡാറ്റ,
കാൽക്കുലേഷൻ ഇവിടെ കണ്ടോ, ടെക്സ്റ്റ് ഔട്ട്പുട്ട് വരുന്നത് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരൂ. ബാക്കിയൊക്കെ ഡിസേബിൾ ആയി. ഏതാണ് ഇതിൽ വേണ്ടത്? ലേബൽ. ലേബൽ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓരോ സെലക്ഷൻ അനുസരിച്ച് ടൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു വിഷ്വലിന്റെ ടൈറ്റിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷണൽ ഫോർമാറ്റിന്റെ ഹെൽപ്പോട് കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം, സെലക്ട് ചെയ്ത ആളെ കണ്ടുപിടിക്കാൻ. അതിന്റെ പേരാണ് സെലക്ടഡ് വാല്യൂ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാവരും. ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും? യെസ് സർ. ഓക്കെ, അപ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഈവൻ ഒരു വിഷ്വൽ ടൈറ്റിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതിനും ആരാവശ്യമുണ്ട്? ബാക്സിന്റെ കൺസെപ്റ്റ് ആവശ്യമാണ് കേട്ടോ. ഓൺലൈൻ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തു. ഈ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെലക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാട്ടോ. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡിൽ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ഒരുപാട് പേര് ബാക്കിയുണ്ട്, ചെയ്യുന്നുണ്ടോ?
സർ ഇത് കൊടുത്തപ്പോ ടോട്ടൽ സെയിൽസ് ബൈന്ന് വന്നു, പക്ഷെ ആ സെലക്ടഡ് വാല്യൂ ഇയർ വന്നില്ല. ഏഹ്, ഇവിടെ ഡേറ്റ് ഡോട്ട് ഇയർ തന്നെയാണോ കൊടുത്തിരിക്കുന്നത്, അല്ല ജസ്റ്റ് ഡേറ്റ് മാത്രമാണോ? ഡേറ്റ് ഡോട്ട് ഇയർ കൊടുത്തിട്ടുണ്ട് സർ. സെയിം ആ സ്ലൈസർ ക്രിയേറ്റ് ചെയ്ത് അതേ ടേബിളിലെ കോളം തന്നെയാണോ കൊടുത്തത്? 1 മിനിറ്റ് സർ നോക്കട്ടെ. അത് മാറിക്കഴിഞ്ഞാൽ കിട്ടില്ല. അതായത് കമ്പാരിസൺ ഡേറ്റ് ടേബിൾ ഉള്ളത് കൊണ്ട് മേ ബി മാറാനുള്ള ചാൻസ്. അതേ ടേബിൾ തന്നെ കൊടുത്തത് സർ. അതെ, സ്ലൈസർ ക്രിയേറ്റ് ചെയ്ത് അതേ ടേബിൾ വെച്ചിട്ട് തന്നെയാണോ? ആ അവിടെ മാറിപ്പോയി സർ. ഇപ്പൊ റെഡി ആയി സർ. സ്ലൈസറിന് ഞാൻ മറ്റേ കമ്പാരിസൺ ഡേറ്റ് ടേബിളിന് എടുത്തത് അതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സ്ലൈസറും ഈ വിഷ്ണു തമ്മിൽ കണക്ട് ആവുന്നുണ്ടാവില്ലല്ലോ? അത് എറർ വന്നിരിക്കുന്നു സർ. ഓക്കെ. ഓസ്റ്റിൻ ചെയ്യുന്നുണ്ടോ? ആ സാർ ചെയ്യുന്നു. അപ്പൊ ഈ സെലക്ടഡ് വാല്യൂടെ കൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ അല്ലേ? സെലക്ടഡ് വാല്യൂ എന്ന് ഇത്രയേ ഉള്ളൂ, നമ്മൾ സെലക്ട് ചെയ്ത ആളെ മാത്രം കണ്ടുപിടിക്കാൻ. എന്റെ അടുത്തൊരു സെലക്ടഡ് വാല്യൂടെ അടുത്തൊരു കൺസെപ്റ്റ് കാണിച്ചു തരാം. ഞാനൊരു ടേബിൾ വിഷ്വൽ സെലക്ട് ചെയ്തു. അതിന്റെ അകത്തോട്ട് ഞാൻ ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 22 കൗണ്ടി. ഈ 22 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 22 സെലക്ടഡ് കണ്ടീഷൻ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റ് മനസ്സിലാകാൻ എന്ത് ചെയ്താൽ മതി, സെലക്ടഡ് വാല്യൂ വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ടഡ് കൗണ്ടി എന്നതിന്റെ പേര് പാസ് ചെയ്തു. ഈക്വൽ ടു സെലക്ടഡ് വാല്യൂ ഓഫ് എന്ത് പാസ് ചെയ്യണം, ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ മെഷർ ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കാണിച്ചു തരുമോ? സെയിം അതുപോലെ തന്നെ കാണും കേട്ടോ. ഓരോന്നും ഓരോ സെലക്ടഡ് കണ്ടീഷൻ ആണല്ലോ, അതുപോലെ കാണാൻ പറ്റും കേട്ടോ. രണ്ട് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഇതൊരു കോളം, ഇതൊരു എക്സ്പ്രഷൻ. കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഉണ്ടാവും. ഇതൊക്കെ പ്രാക്ടിക്കൽ യൂസ് കേസിൽ വരുന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ചെയ്ത് കാണിച്ചത്. ഇതൊക്കെ റിയൽ ടൈമിൽ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കോളം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടി വരും, അവിടെയൊക്കെ അതിങ്ങനെ ഹൈഡൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇതിനെ മാത്രമൊക്കെ ഡിസ്പ്ലേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ എന്താണ്, ഒരു എക്സ്പ്രഷൻ ആണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഓരോന്ന് മാത്രമേ ഇവിടെ കാണാൻ പറ്റുകയുള്ളൂ. അതിന്റെ അവിടെ എന്താണ്, നമ്മൾ അറിയാതെ ഒരാളവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്തുണ്ടോ ആൾക്കാർ ചെയ്തു നോക്കുന്നുണ്ടാവും. മനസ്സിലായോ? അതായത് ഇങ്ങനെ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കൂടുതൽ ഇതിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഇതിങ്ങനെ ചെയ്തിട്ട് അവര് ഇതിനെങ്ങ് ഒളിപ്പിച്ചു നോക്കും. ഇപ്പൊ നമ്മൾ എത്ര നോക്കിയാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു രീതിയിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് അവരൊക്കെ അവിടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാണ്ടോ, മൊത്തം ടേബിൾ വിഷ്വലേ മാറി കേട്ടോ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും, സെലക്ടഡ് വാല്യൂ എന്ന കൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യും. അത് സെലക്ട് ചെയ്ത ആരെയാണോ അവരെന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി ഞാൻ ഈ സെലക്ടഡ് വാല്യൂ നമ്മുടെ ലോജിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് തന്നെ എഴുതി ഉണ്ടാക്കാൻ പറ്റും, അത്ര ഡിഫിക്കൽട്ട് ഒന്നല്ല, വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഡാർക്ക് തീം ലൈറ്റ് തീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലെ ചെയ്യാം. ഡാർക്ക് തീം ലൈറ്റ് തീം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ഡാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവുന്നു, ഡാർക്ക് തീം ആവുന്നു. ലൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് തീം ആവാം. ഓക്കെ, ഇപ്പൊ ചെറിയൊരു ബേസിക് വിഷ്വൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു കാർഡ് വിഷ്വൽ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ടോട്ടൽ സെയിൽസ് തന്നെ ആഡ് ചെയ്യാം. ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ യൂസർക്ക് വേണ്ടത് 2 സെലക്ഷൻ വേണം, ഡാർക്കും ലൈറ്റും. ഡാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വിഷ്വൽ മൊത്തം എന്താവണം, ഡാർക്ക് മോഡിലോട്ട് മാറണം. സെക്കൻഡ് ലൈറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് മൊത്തം എന്താവണം, ഇത് ലൈറ്റ് മോഡിലോട്ട് മാറണം.
മനസ്സിലായോ? ഇതാണ് അവരുടെ റിക്വയർമെന്റ്. അതായത് ഈ ഒരു വിഷ്വലിനകത്ത് യൂസർ പോയിട്ട് ഡാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വലിന്റെ തീം മൊത്തം ഡാർക്ക് മോഡ് ആകണം. ലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ലൈറ്റ് മോഡും ആവണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എന്ത് ചെയ്യണം? യൂസർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ പാസ് ചെയ്യണല്ലേ, ഡാർക്ക് ലൈറ്റ്. യൂസർക്ക് എങ്ങനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ? ഒരു സ്ലൈസർ വെച്ചിട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഒരു സ്ലൈസറിലോട്ട് നമുക്ക് ആരെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ? കോളത്തിന്റെ അകത്തുള്ള values. ഏതെങ്കിലും ഒരു കോളത്തിന്റെ അകത്ത് ഡാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ വാല്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? മെഷർ ക്രിയേറ്റ്. മെഷർ ഒന്നും ഒരിക്കലും സ്ലൈസറിൽ സപ്പോർട്ട് ആവില്ല. ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഇത് വേണ്ട. എന്ത് ചെയ്യുന്നു? സ്ലൈസർ സെലക്ട് ചെയ്തു. സ്ലൈസറിലോട്ട് ഏത് മെഷർ ആഡ് ചെയ്തു സപ്പോർട്ട് ആവില്ലാണ്ടോ? ടെക്സ്റ്റോ ന്യൂമറിക്കോ ഡേറ്റോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കോ. ഇപ്പൊ തന്നെ അത് പറയും, ദ ഫീൽഡ് കനോട്ട് ബി യൂസ്ഡ് ഹിയർ ബിക്കോസ് എ നോൺ മെഷർ ഫീൽഡ് ഈസ് റിക്വയർഡ്. മെഷർ ആയിട്ട് വരുന്നത് എക്സ്പ്രഷൻസ് ഒരിക്കലും സ്ലൈസറിൽ സപ്പോർട്ട് ചെയ്യില്ല. കോളത്തിലെ വാല്യൂസ് മാത്രമേ സ്ലൈസറിൽ സപ്പോർട്ട് ചെയ്യും. അപ്പൊ എന്ത് വേണം? ഒരു കോളം വേണം. ആ കോളത്തിൽ 2 വാല്യൂസ് മാത്രം മതി. എന്താണ്? ഡാർക്കും ലൈറ്റും. നിങ്ങൾ ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. ആ ഒരു ടേബിൾ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. സ്ലൈസർ ക്രിയേറ്റ് ചെയ്യാൻ ആര് വേണം? ഫിസിക്കൽ കോളം വേണം. അപ്പോൾ ഒരു കോളം വേണം. ആ കോളത്തിൽ 2 ആൾക്കാർ, ഡാർക്കും ലൈറ്റും. ഒരു കോളം നമുക്ക് എവിടെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ? ഒരു ടേബിളിന്റെ അകത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചെറിയ ടേബിൾ ഡെവലപ്പ് ചെയ്യുക. അതിലൊരു കോളം, ആ കോളത്തിൽ എന്ത് ചെയ്യുക? ഡാർക്ക് ലൈറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ ഓപ്ഷൻ ഒന്നും അവിടെ ഇല്ല കേട്ടോ. അതിനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? എൻ്റർ ഡാറ്റ യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള സ്പെഷ്യൽ റിക്വയർമെന്റ്സ് എന്ത് ചെയ്യേണ്ടി വരും? ചെറിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് ആരെ യൂസ് ചെയ്യുക? എൻ്റർ ഡാറ്റ. എൻ്റർ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. ഒരു കോളം മതിയല്ലേ? കോളത്തിന്റെ പേര് ഞാൻ ജസ്റ്റ് സെലക്ട് എന്ന് പാസ് ചെയ്തു. താഴെ ടേബിളിന്റെ പേര് തീം സെലക്ഷൻ എന്ന പേര് പാസ് ചെയ്തു. തീം സെലക്ഷൻ. എത്ര റോസ് ആ വേണ്ടത്? 2 റോസ്. ഒന്ന് ഡാർക്കും അടുത്തത് ലൈറ്റും. ഇനി ഡാർക്കിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ സിമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വിൻഡോസിന്റെ കീയും ഫുൾ സ്റ്റോപ്പും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്പെഷ്യൽ സിമ്പിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യാം? നിങ്ങൾ വാട്സപ്പിലൊക്കെ അയക്കാറില്ല ഇമോജീസ്, അല്ല ഇമോജീസ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. തൽക്കാലം ആഡ് ചെയ്യുന്നില്ല. അത് പറ്റുന്ന ജസ്റ്റ് കാണിച്ചു തന്നു മതി. ആഡ് ചെയ്ത ഇഷ്യൂസും കൂടെ ഞാൻ കാണിച്ചു തരാം. ആഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് ഓർത്തിട്ടുണ്ടാവണം. ജസ്റ്റ് ഡാർക്കിന്റെ കൂടെ മാത്രം ഇത് ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഡാർക്കിന്റെ കൂടെ മാത്രം ഇത് ആഡ് ചെയ്തോട്ടെ. ടേബിള് ലോഡ് ചെയ്തു. ഈ ചെയ്തെല്ലാവരും ക്ലിയർ അല്ലേ? അതായത് ഇതുപോലെ യൂസർക്ക് ഒരു സെലക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ ടേബിളിൽ നിന്ന് തീം സെലക്ഷനിൽ ആരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം? സെലക്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് അവിടെ കാണാനും പറ്റും. ഓക്കെ. ഇനി അടുത്തത് എന്താ വേണ്ടത്? ഇവിടെ നമ്മൾ ഡാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഡാർക്ക് തീമിലോട്ട് മാറണം. ഇത് ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ലൈറ്റ് തീമിലോട്ട് മാറണം. ഇവിടെ എന്തെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ ഈ വിഷ്വൽ എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ചേഞ്ച് കാണാത്തത്? ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല. ഇവിടെ ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് വേണം? മാച്ചിങ് കോളംസ് വേണം. മാച്ചിങ്. അതുകൊണ്ട് ഇവിടെ ആക്റ്റീവ് ഇൻആക്റ്റീവ് ഒന്നും പറ്റില്ല. മൊത്തത്തിൽ നമ്മൾ പെട്ടു അല്ലെ? നേരത്തെ ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്താക്കാം? ആക്റ്റീവ് ഇൻആക്റ്റീവ് ഒക്കെ ആയിട്ട് ചെയ്യാം. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തായിരിക്കും ചെയ്യാം? നിങ്ങൾ ഐഡിയ ഉണ്ടോ? അതായത് ഈ സ്ലൈസർ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു വിഷ്വലിൽ വരുന്ന ചേഞ്ച് ഒരു ലോജിക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യണം. അത് ഇവിടെ വരുന്ന സെലക്ഷൻ അനുസരിച്ചിട്ട് ഈ വിഷ്വലിൽ വേണ്ട ചേഞ്ച് എന്ത് ചെയ്യണം? ഒരു ലോജിക് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ ലോജിക്ക് ത്രൂ എന്ത് ചെയ്യണം? ഈ സ്ലൈസർ ടു ഈ വിഷ്വൽ നമ്മൾ കണക്ട് ചെയ്യണം. ഇവിടെ എന്താ വേണ്ടത്? യൂസർ സെലക്ട് ചെയ്തത് ഡാർക്ക് ആണെങ്കിൽ ഈ വിഷ്വലിന്റെ കളർ എന്താവണം? ബ്ലാക്ക് ആയിട്ട് മാറണം. യൂസർ സെലക്ട് ചെയ്ത ലൈറ്റ് ആണെങ്കിൽ ഈ വിഷ്വലിന്റെ കളർ വൈറ്റ് ആയിട്ട് മാറണം.
ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ഈ വിഷ്വലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമുക്ക് ഫസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ വിഷ്വൽ സെലക്ട് ചെയ്തു, ഫോർമാറ്റ് യുവർ വിഷ്വൽ, സൈസ് ആൻഡ് സ്റ്റൈൽ. അവിടെ എന്ത് കാണാം? ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ കളർ മാറുന്ന സ്ഥലത്തും എന്ത് കാണാൻ പറ്റും? കണ്ടീഷണൽ ഫോർമാറ്റ്. അപ്പോൾ അവിടെ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? റൂൾസ് ഓഫ് ഫീൽഡ് വാല്യൂ യൂസ് ചെയ്യാൻ, സോറി, ഗ്രേഡിയന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫീൽഡ് വാല്യൂ. അപ്പൊ ആ ഫീൽഡ് വാല്യൂ വർക്ക് ചെയ്യാനുള്ള ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതി ഉണ്ടാക്കണം. എന്തായിരിക്കും ആ ലോജിക്ക്? സെലക്ട് ചെയ്തത് ഡാർക്ക് ആണെങ്കിൽ ബ്ലാക്ക്, അല്ലെങ്കിൽ വൈറ്റ്. അത് ആ ഒരു ലോജിക് ത്രൂ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ സ്ലൈസറും ഈ ഒരു സിംഗിൾ വിഷനും തമ്മിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ അവിടെ ഏതൊക്കെ ഫങ്ഷൻസ് വേണ്ടിവരും ആ ഒരു ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ? സെലക്ടഡ് വാല്യൂ. സെലക്ടഡ് വാല്യൂ വേണം, ഈഫും വേണം. അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും വളരെ പവർഫുൾ ഫങ്ഷൻസ് ആണ്. ഇതുപോലുള്ള മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ രണ്ട് ഫംഗ്ഷൻ കൊണ്ട് മാത്രമേ ചെയ്യും. അല്ലെങ്കിൽ സ്വിച്ചും സെലക്ടഡ് വാല്യൂ ഏത് കോമ്പിനേഷൻ ആയാലും ഓക്കെ. ഞാൻ എന്ത് ചെയ്തു? ന്യൂ മെഷർ സെലക്ട് ചെയ്തു. മെഷറിന്റെ പേര് ഞാൻ ബാക്ക്ഗ്രൗണ്ട്, കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കാം. കളർ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്താണ്? ഈഫ്. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? യൂസർ സെലക്ട് ചെയ്തത് ഡാർക്ക് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണല്ലേ. അപ്പോൾ ആരെ കോൾ ചെയ്യാം? സെലക്ടഡ് വാല്യൂ. യൂസർ എവിടുന്ന സെലക്ട് ചെയ്യുന്നത്? ഞാനിപ്പം ക്രിയേറ്റ് തീം സെലക്ഷൻ എന്നുള്ള ടേബിളിൽ ടീം സെലക്ഷൻ. സെലക്ട് എന്ന് പറഞ്ഞ കോളത്തിൽ. അപ്പോൾ യൂസർ സെലക്ട് ചെയ്ത് ആര് തന്നെയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഡാർക്ക് തന്നെ ആവണമെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പാസ് ഈക്വൽ ടു ഡാർക്ക്. ഡബിൾ കോഡ്സിൽ ആ വാല്യൂ എങ്ങനെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഡാർക്ക് കൊടുത്താൽ വർക്ക് ആവുമോ? ഇല്ല. എന്ത് കൂടെ വേണം? ആ ഇമോജി കൂടെ വേണം. ഇമോജി. ആ ഇമോജി കൂടെ ഇവിടെ കൊടുക്കണം. അതാണ് പറഞ്ഞത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ മിസ് ചെയ്യരുത്. കറക്റ്റ് ആളെ തന്നെ ഞാൻ ഇവിടെ കോൾ ചെയ്യും. ഓക്കെ ആണെങ്കിൽ എന്ത് കളർ വേണം? ബ്ലാക്ക് വേണം. ഞാൻ തൽക്കാലം കളർ കോഡ് യൂസ് ചെയ്യുന്നില്ല. ടെക്സ്റ്റിൽ എന്ത് ചെയ്തു? ബ്ലാക്ക് എന്ന് പാസ് ചെയ്തു. അല്ലെങ്കിൽ വൈറ്റ്. ഡാർക്കുള്ള സെലക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഒബ്വിയസ്ലി ആയിരിക്കും. ലൈറ്റ് ആണ് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് വൈറ്റ് പാസ് ചെയ്തു. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇത് നേരെ ഈ വിഷ്വലിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഫീൽഡ് വാല്യൂ ആയിട്ട് ആഡ് ചെയ്യും. കളർ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അത് വരാണ്ട് എത്ര? ഡാർക്ക് സെലക്ട് ചെയ്തപ്പോൾ ബ്ലാക്ക് ആയി, ലൈറ്റ് സെലക്ട് ചെയ്തപ്പോൾ വൈറ്റ് ആയി. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ എന്താണ്? ഡാർക്ക് സെലക്ട് ചെയ്തപ്പോൾ ടെക്സ്റ്റിന്റെ കളർ പോയല്ലേ. ക്ലിയർ എന്ത് അല്ല. ചെയ്യണം? ടെക്സ്റ്റിന്റെ കളർ എന്താവണം? വൈറ്റ് ആകണം. പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വൈറ്റ് ആവും. ഫോർമാറ്റ് ഇവിടെ എഴുതി ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ ഈ ഒരു വിഷ്വലില് കോഡ് ഔട്ട് വാല്യൂടെ ഈ കളറിന്റെ ഇവിടെ. അപ്പൊ എന്ത് ചെയ്യണം? ഇതേ ഒരു കണ്ടീഷൻ കൂടെ എഴുതി ഉണ്ടാക്കണം. എന്തായിരിക്കും? കളർ ഫോണ്ട് ഈക്വൽ ടു, ഇവിടെ നേരെ കണ്ടീഷൻ ഉൾട്ടിയാവും. ഇഫ് എന്താണ്? സെലക്ട് ചെയ്തത് ഡാർക്ക് ആണോ ചെക്ക് ചെയ്യണം. ഡാർക്ക് ആണെങ്കിൽ എന്ത് വേണം? വൈറ്റ് വേണം. സെലക്ടഡ് വാല്യൂ എവിടുന്ന സെലക്ട് ചെയ്യുന്നത്? തീം സെലക്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഡാർക്ക് ആണോ ചെക്ക് ചെയ്യും. ഈക്വൽ ടു ഡാർക്ക്. ഡാർക്ക് ആണെങ്കിൽ ഏത് കളറാണ് വേണ്ടത്? വൈറ്റ്. അല്ലെങ്കിൽ എന്താണ്? ബ്ലാക്ക്. അതിനുശേഷം ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. എന്ത് ചെയ്യുക? ഇതിയുടെ കോൾ ഔട്ട് വാല്യൂയുടെ കളറിൽ അത് പാസ് ചെയ്യുക. ഫീൽഡ് വാല്യൂ കളർ ഫോണ്ട് മാറി കൊടുക്കരുത് കേട്ടോ. അതുപോലെ കോൾ ഔട്ട് വാല്യൂവിനും കാറ്റഗറി ലേബലിലും സെയിം തന്നെ പാസ് ചെയ്യാം. ഫീൽഡ് വാല്യൂ കളർ ഫോണ്ട്. ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതായി. ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറുന്നത് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഓരോരോ കളർ കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ഇതിന്റെ വൈറ്റിന് പകരം ഒരു ഗ്രേ വേണ്ട, ഒരു ലൈറ്റ് ബ്ലൂ ആണ് പാസ്. ലൈറ്റ് ഡാർക്ക് ലൈറ്റ്.
ഇത് ചെയ്യാൻ നമുക്ക് ആരുടെ ആവശ്യം വന്നോടെ ലോജിക്കൽ ഫംഗ്ഷനെയും സെലക്ടഡ് വാല്യൂടെ ആവശ്യങ്ങൾ വന്നു. രണ്ടാൾക്കാർക്ക് സെപ്പറേറ്റ് എഴുതി ഉണ്ടാക്കുന്നു. ഒന്ന് ബാക്ക്ഗ്രൗണ്ടിനെ മാത്രം കൺട്രോൾ ചെയ്യാനും ഒന്ന് ഫോണിന്റെ കളർ മാത്രം കൺട്രോൾ ചെയ്യാൻ. ക്ലിയർ ആയോ? ഓൺലൈൻ ക്ലിയർ ആണ് ഈ ഒരു കൺസെപ്റ്റ്? യെസ് സർ, ക്ലിയർ ആണ് സർ. പ്രോപ്പറായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തേ. ഈ ഒരു ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതായത് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ടേബിൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ലോജിക് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുക കേട്ടോ. സ്ലൈസർ വിഷയം തമ്മിൽ കണക്ട് ചെയ്യുക. പക്ഷെ ഇങ്ങനത്തെ ടേബിൾ വെച്ചിട്ട് നമുക്ക് വാല്യൂ ചേഞ്ച് വരുത്താൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും അങ്ങനത്തെ ഇതിലല്ലേ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. അല്ല, വാല്യൂസും ചേഞ്ച് വരുത്താൻ പറ്റും. അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അതിനും കൺട്രോൾ ചെയ്യാം. വാല്യൂസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് എത്തും കേട്ടോ. പവർ ബിയിൽ ഓൾമോസ്റ്റ് എല്ലാം പോസിബിൾ ആണ്. അതൊക്കെ നമ്മളിവിടെ ചെയ്യും. അത് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ചോദിച്ചത് കറക്റ്റ് ഡൗട്ട് തരികയാണ്. സാർ ആ ഫോണ്ടിന്റെ ഒക്കെ ഒന്ന് കാണിക്കാം. ഫോണിന്റെ ഇതിന് നേരെ ഓപ്പോസിറ്റ്. ബാക്ക്ഗ്രൗണ്ട് എന്താ വേണ്ടത്? ഡാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറും ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലൂ കളറും. എന്താവണം? ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആകുമ്പോൾ ഫോണിന്റെ കളർ എന്താവണം? വൈറ്റ് ആവണം. പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു കണ്ടീഷൻ എഴുതിയിട്ടു. ഡാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റും അല്ലെങ്കിൽ ബ്ലാക്ക്. ക്ലിയർ ആയോ? ഓക്കെ. എന്നിട്ട് അത് കോൾ ഔട്ട് വാല്യൂവിലും കാറ്റഗറി ലേബലിന്റെയും കളർ ചേഞ്ച് ചെയ്യുന്നവിടെ അതും പാസ് ചെയ്തു. മറ്റേത് ബാക്ക്ഗ്രൗണ്ട് അത് വിഷ്വലിന്റെ ബാക്ക്ഗ്രൗണ്ടിലും അപ്ലൈ ചെയ്തു. ഓൺലൈൻ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം. പ്രതീക്ഷ ക്ലാസ്സിലല്ലോ. സാർ അപ്പൊ സെലക്ഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് ഡീഫോൾട്ട് ആയിട്ട് വൈറ്റ് ആയിട്ട് ഡിഫോൾട്ട് വരും. ആയിട്ട് ലൈറ്റ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ കൺട്രോൾ ചെയ്യേണ്ടി വരും. സ്വിച്ചില് ഫസ്റ്റ് കേസ് മറ്റേ സെലക്ഷൻ ഇല്ലാത്ത കേസ് കൊടുത്തിട്ട് ബാക്കി കേസ് കൊടുക്കേണ്ടി വരും. അല്ല, ഈഫ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? രണ്ട് കണ്ടീഷൻ സെപ്പറേറ്റ് ചെക്ക് ചെയ്യാം. എന്നിട്ട് എൽസിൽ ഒരു കളർ പാസ് ചെയ്യാം. മനസ്സിലായോ? സെലക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ആയിട്ട് തന്നെ ഡീഫോൾട്ട് ആയിട്ടുള്ളത് വെക്കാം. അതെ. ഇപ്പൊ എന്താണ്? സ്വിച്ച് ഓഫ് എന്തായിരിക്കും ഫസ്റ്റ് പാസ് ചെയ്യുക? ട്രൂ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡാർക്ക് ആണെങ്കിൽ എന്ത് വേണം?
ബ്ലാക്ക് വേണം. ഇനി അതല്ല, അടുത്ത കണ്ടീഷൻ എന്താണ്? ഇത് തന്നെ, ഇതിന്റെ അടുത്തൊരു ഔട്ട്. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് സെലക്ട് ചെയ്ത് എന്താണോ ചെക്ക് ചെയ്യണം. ലൈറ്റ് ആണോ ചെക്ക് ചെയ്യണം. ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ. ഇനി ഒന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? അത് എൽസ് പാർട്ടിൽ കൊടുക്കാം. എന്താണ് പറയുന്നത്? എനിക്ക് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ്, ഗ്രേയും വേണ്ട, ജസ്റ്റ് ഒരു ഗ്രീൻ പാസ് ചെയ്യും. ഔട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഡിഫോൾട്ട് മീൻസ് അതായത് ഒന്നും സെലക്ട് ചെയ്തില്ല, അതാണ് ഡിഫോൾട്ട് കണ്ടീഷൻ. അല്ല, അപ്പൊ ഞാനിവിടെ ഡിഫോൾട്ട് കളർ എന്നുള്ളത് നമ്മൾ കളർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണോ? വൈറ്റ് തന്നെ വേണം? സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ട് വൈറ്റ് ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല, അത് ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ തന്നെ വരും. ഓക്കെ ഓക്കെ. ഉണ്ടോ? ഇത് സെലക്ട് ചെയ്യുന്നില്ല വൈറ്റ് തന്നെ വരും. ഇനി അങ്ങനെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എൽസ് പാർട്ടിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ colour ഒന്ന് സെലക്ട് ചെയ്തെങ്കിൽ റെഡ് എന്ന് പാസ് ചെയ്തു. എന്ത് ചെയ്തു? ഒന്ന് സെലക്ട് ചെയ്തെങ്കിൽ റെഡ് വരും. സെലക്ട് ചെയ്യുമ്പോൾ മാത്രം ഞാൻ പറയുന്ന ആൾക്കാരാവും. ക്ലിയർ ആയോ? Yes, sir. ഓൺലൈൻ പ്രോപ്പറായി കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓരോ വിഷലോട്ട് നമ്മൾ ഇങ്ങനെ പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു എൻ്റയർ പേജിലോട്ട് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. ഇല്ല. ഇതിപ്പോ ഈ സ്ലൈസറും ഈ വിഷലും തമ്മിൽ മാത്രമേ കണക്ഷൻ ഉള്ളൂ. അതെങ്ങനെയാ കണക്ട് ആയിരിക്കുന്നത്? ഒരു ലോജിക് ത്രൂ അതിലോട്ട് കണക്ട് ചെയ്താൽ. ഞാനിപ്പോൾ അടുത്തൊരു കാർഡ് വിഷൽ സെലക്ട് ചെയ്താലും അത് ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അതിലോട്ട് ബന്ധമാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ ലോജിക്ക് അതിലോട്ട് പാസ് ചെയ്ത് പോകും. അങ്ങനെയാണ് അത് കണക്ഷൻ. ലോജിക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മെത്തേഡേ ഉള്ളൂ. എന്നാൽ ലോജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് പവർ ബിക്ക് പവർ ബി എന്നതിന്റെ പേര് കൊടുത്തതെന്ന് മനസ്സിലായോ? അറിഞ്ഞു കൊടുത്ത പേര് തന്നെ കേട്ടോ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് പവർ ബി. അതുപോലെ പവർ ക്വറി ആണെങ്കിലും അത്രത്തോളം പവർഫുൾ ആണ്. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? അക്ഷയ്, അനന്തു, നിഖിൽ, റീമ, സെബിൻ. ഞാനും എന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പവർ ബിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ ഒന്ന് ചെയ്തപ്പോൾ അത് കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴായിരുന്നു മനസ്സിലായത് ഇതൊരു അൺലിമിറ്റഡ് ഏരിയ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഓരോന്നും ചെയ്തപ്പോഴായിരുന്നു മനസ്സിലായത് ഇത് ഇന്നൊന്നും തീരാനൊന്നും പോകുന്നില്ല, ഒരുപാടുണ്ട്. ഓക്കെ. സ്റ്റിൽ പവർ ബി സിമ്പിൾ ടൂൾ ആണോ? അല്ല, ഈസി ടൂൾ ആണോ? ലോജിക് ഇനിയിപ്പോ ആരെങ്കിലും പുറമേ നിങ്ങളോട് പവർ ബി അല്ലേ പെട്ടെന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ എന്താ ആൻസർ പറയാം? പെട്ടെന്ന് ഒരു ദിവസം പഠിക്കാൻ പറ്റുമോ? 4 മണിക്കൂർ കൊണ്ട് പോസിബിൾ ആണോ? അല്ലല്ലോ. അപ്പോ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്ന ആഡൊക്കെ വെറും ഫോൾസ് അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ. അതിലൊന്നും പോയിട്ട് ആരും ഇനി വീഴുകയും ചെയ്യരുത്. വീഴാൻ പോകുന്നവരോട് പറഞ്ഞുകൂടെ കൊടുക്കണം കേട്ടോ. അതൊക്കെ വെറും ഉഡായിപ്പാണ് ഉള്ളത്. ഓക്കെ. ഇപ്പൊ രുക്മിണി പറഞ്ഞതിന്റെ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഞാൻ കാണിച്ചുതരാം. അതിന്റെ അഡ്വാൻസിൽ നമുക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒരു ബേസിക് ഞാൻ കാണിച്ചുതരാം. ഒരാൾ ചോദിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. രുക്മിണി ചോദിച്ച ഇത്ര
അതുപോലെ കളർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ, വാല്യൂസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വാല്യൂസിനെ കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഫാസ്റ്റർ ആയിട്ട് പറഞ്ഞു പോകാം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടായാലും സെയിം കൺസെപ്റ്റ് ആണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്തു, ടേബിൾ വിഷ്വൽ. ടേബിൾ വിഷ്വലിലോട്ട് ഞാൻ നേരെ ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ യൂസർ പറയാണ് ഇവിടെ ഓരോ കൗണ്ടിയിലെ സെയിൽസ് കാണണം, റവന്യൂ കാണണം, ക്വാണ്ടിറ്റി കാണണം, പ്രോഫിറ്റ് കാണണം, പ്രോഫിറ്റ് മാർജിൻ കാണണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് ഇവിടെ കാണാൻ പറ്റണം. ഓക്കെ, പക്ഷെ എല്ലാം ഒരുമിച്ച് വേണ്ട. അവർക്ക് വേണ്ടത് സെലക്ട് ചെയ്യുമ്പോൾ മാത്രം ആളെ കണ്ടാൽ മതി. പ്രോഫിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാത്രം മതി. പ്രോഫിറ്റ് മാർജിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിൻ മാത്രം മതി. റവന്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ മാത്രം മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യല്ലേ. അപ്പൊ അതിന് പകരം ക്ലയന്റ് പറയുന്നത് ഞാൻ പറയുന്ന ആളെ മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇപ്പൊ യൂസർക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് അവർക്ക് എന്താണ് വേണ്ടത് സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം. ക്ലിയർ ആയോ? ആ സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് എന്ത് വെച്ചിട്ടേ കൊടുക്കാൻ പറ്റൂ, സ്ലൈസർ വെച്ചിട്ട്. ഇപ്പൊ സ്ലൈസറിലോട്ട് എന്തൊക്കെ ആഡ് ചെയ്യണം, റവന്യൂ, പ്രോഫിറ്റ്, പ്രോഫിറ്റ് മാർജിൻ, ക്വാണ്ടിറ്റി, കോസ്റ്റ് ഒക്കെ ആഡ് ചെയ്യണം. പക്ഷെ അതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ്, മെഷറിന്റെ പേരായിട്ടേ ഉള്ളൂ അല്ലേ. പക്ഷെ ഇതൊക്കെ എന്ത് വേണം, ഒരു കോളത്തിലെ വാല്യൂസ് ആയിട്ട് കിട്ടണം. എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഒരു ടേബിൾ മാനുവലി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സ്ലൈസർ ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും എന്ത് തന്നെ വേണം, ഫിസിക്കൽ കോളം തന്നെ വേണം. ആ ഫിസിക്കൽ കോളം എവിടെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, ഫിസിക്കൽ ടേബിളിനകത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ടേബിളിന്റെ പേര് തന്നെ ഇവിടെ മെഷർ സെലക്ഷൻ എന്ന പേര് പാസ് ചെയ്യും, മനസ്സിലാവാൻ വേണ്ടിട്ട് മാത്രം കേട്ടോ. മെഷർ സെലക്ഷൻ ഞാനിവിടെ ജസ്റ്റ് 3, 4, 5 കോളത്തിന്റെ പേര് ഞാൻ നേരെ മെഷർ എന്നും പാസ് ചെയ്തു. ഫസ്റ്റ് റവന്യൂ, സെക്കൻഡ് പ്രോഫിറ്റ്, ക്വാണ്ടിറ്റി, പിന്നെ കോസ്റ്റ്, അവസാനം പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, അതിനുശേഷം ആ ടേബിൾ ലോഡ് ചെയ്യും. ഇത് ചെയ്ത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, എന്ത് ചെയ്യാം, സ്ലൈസർ ബിൽഡ് ചെയ്യുന്നു, സ്ലൈസറിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നു. ആ മെഷർ സെലക്ഷൻ എന്ന ടേബിളിൽ മെഷർ അതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ യൂസർക്ക് ഇവിടുന്ന് ഏത് മെഷറാണ് ചൂസ് ചെയ്യുക, കോസ്റ്റ് ആണ് കോസ്റ്റ് ചൂസ് ചെയ്യാം, പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ചൂസ് ചെയ്യാം, പ്രോഫിറ്റ് മാർജിൻ, ക്വാണ്ടിറ്റി, റവന്യൂ. അപ്പൊ യൂസർ ഇവിടെ പ്രോഫിറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ ആര് ഡിസ്പ്ലേ ചെയ്യണം, പ്രോഫിറ്റ് ഡിസ്പ്ലേ ചെയ്യണം. ക്വാണ്ടിറ്റി ആണെങ്കിൽ ക്വാണ്ടിറ്റി, റവന്യൂ ആണെങ്കിൽ റവന്യൂ. അപ്പൊ അത് വരാൻ എന്ത് ചെയ്യണം, ഈ വിഷ്വലും ഈ സ്ലൈസറും ഈ വിഷ്വലും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലോജിക് നമ്മൾ എഴുതി ഉണ്ടാക്കണം. അല്ലാതെ ഇത് ഒരിക്കലും എന്താണ് കണക്ഷൻ പോസിബിൾ അല്ല. അപ്പൊ ആ ലോജിക് എന്ത് ത്രൂ മാത്രമേ നമുക്ക് പറ്റൂ, സ്വിച്ചും സെലക്ടഡ് വാല്യൂവും വെച്ചിട്ട് മാത്രമേ പറ്റൂ. ഇവിടെ എന്താണ്, ഒരേ ആളുടെ മൾട്ടിപ്പിൾ കണ്ടീഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ പേര് സെലക്ടഡ് മെഷർ എന്ന് പാസ് ചെയ്തു. ഓക്കെ, ഈക്വൽ ടു ഏതായിരിക്കും ഫംഗ്ഷൻ യൂസ് ചെയ്യാം, സ്വിച്ച് ട്രൂ. ഫസ്റ്റ് എന്ത് പാസ് ചെയ്യണം, സെലക്ടഡ് വാല്യൂ. സെലക്ടഡ് വാല്യൂ ഓഫ് എവിടുന്ന സെലക്ട് ചെയ്യുന്നത്, മെഷർ സെലക്ഷൻ എന്ന ടേബിളിൽ മെഷർ. എന്താണോ ചെക്ക് ചെയ്യണം, അത് ഫസ്റ്റ് റവന്യൂ ആണോ ചെക്ക് ചെയ്യണം. റവന്യൂ ആണെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുന്നത്, കളറും കാര്യങ്ങളൊന്നും അല്ല, ആ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യണം. ഏതായിരിക്കും, ടോട്ടൽ സെയിൽസ്. ഇങ്ങനെ നമുക്ക് ഇതിനെ എഴുതാം. ഇതുപോലെ എന്ത് ചെയ്യാം, അടുത്ത എഴുതുമ്പോൾ ഇവിടുന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ കിട്ടും. ഇതിന് വീണ്ടും ഷോർട്ട് കട്ട് ഉണ്ട്, അത് അടുത്ത വരുന്ന ക്ലാസ്സിൽ പറഞ്ഞുതരാം. അടുത്ത എന്താണ്, റവന്യൂ കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താ വേണ്ടത്, ടോട്ടൽ ക്വാണ്ടിറ്റി. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. റവന്യൂ കഴിഞ്ഞാൽ ഏതായിരുന്നു, പ്രോഫിറ്റ്. കോസ്റ്റ് എടുക്കാം, കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഇത് ചെയ്യാൻ ഇതിനേക്കാളും സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര വളഞ്ഞ വഴിയിൽ പോയിട്ടില്ല. പവർ ബിയുടെ അകത്ത് തന്നെ എല്ലാ ഫീച്ചറും ഉണ്ട്, അത് പെട്ടെന്ന് ചെയ്തുതരും. ജസ്റ്റ് ആള് ചോദിച്ചത് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അടുത്ത ഏതായിരുന്നു, പ്രോഫിറ്റ്.
അടുത്ത ഏതായിരുന്നു? പ്രോഫിറ്റ് മാർജിൻ. അപ്പൊ ഇത്ര എഴുതിയത് ക്ലിയർ അല്ലേ? സോറി, മാറിപ്പോയല്ലേ. സാർ ഫീച്ചറും മെഷറും ഓക്കെ. അപ്പൊ ഇത്രയും ചെയ്തെല്ലാവരും ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ സെലക്ടഡ് മെഷർ എന്ന് പറഞ്ഞ ഈ ഒരാളെ നേരെ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്താൽ മതി. ആ ഒരു വിഷലോട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ഒന്ന് സെലക്ട് ചെയ്യാത്തതുകൊണ്ട് മൊത്തം ബ്ലാങ്ക് ആവും. ഇവിടെ കോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തായി? ഓരോ കൺട്രിയുടെ കോസ്റ്റ് ആയി, സോറി ഓരോ കൗണ്ടി. പ്രോഫിറ്റ് ആയി, പ്രോഫിറ്റ് മാർജിൻ ആയി, ക്വാണ്ടിറ്റി ആയി, റവന്യൂ ആയി. കണ്ടോ? പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഇഷ്യൂ കാണാൻ പറ്റും. നമ്മൾ പറയാത്ത കുറെ ഡെസിമൽ പോയിന്റ്സും കാര്യങ്ങളും വരുന്നത് കാണാൻ പറ്റും. കേട്ടോ, പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാ വരുന്നത്? പെർസെന്റേജിൽ കാണുന്നില്ല, എന്താണ് പെർസെന്റേജ്. ഡെസിമൽ ആയിട്ടാ കാണുന്നത്. പക്ഷെ ഇവിടെ ഡെസിമൽ ആയിട്ടല്ല കാണുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയായിരുന്നു കൺവേർട്ട് ചെയ്തത്? ആ ഒരു മെഷർ സെലക്ട് ചെയ്തിട്ട് മുകളിലായിരുന്നു അതിന്റെ ഫോർമാറ്റ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അതൊരു ഫിക്സഡ് ഫോർമാറ്റ് അല്ല, ആ ഒരു ടൈമിൽ മാത്രമുള്ള ഒരു ഫോർമാറ്റ് ആണ്. അപ്പോൾ ഈ മെഷറിനകത്ത് ഓരോന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ്? ഓരോന്നും ഞാൻ പറയുന്ന ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് മാർജിൻ എന്താവണം? ഞാൻ പറയുന്ന ഫോർമാറ്റ് തന്നെ റിട്ടേൺ ചെയ്യണം. നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യാം. കോൾ ചെയ്യുക ഇതിനു മുമ്പ് ഫോർമാറ്റ് ഫംഗ്ഷൻ. ഫോർമാറ്റ് ഫംഗ്ഷൻ പഠിച്ച ഓർമ്മയില്ലേ? ഒരു വാല്യൂയുടെ ഫോർമാറ്റിനെ കൺട്രോൾ ചെയ്യാൻ. ഇവിടുത്തെ വാല്യൂ ഏതാ? ഈ ഒരു എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിട്ട് മാറണം? പെർസെൻറ്റേജ് ആയിട്ട് മാറണം. 0.00% എൻ്റർ ചെയ്യും. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ അത് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. കേട്ടോ, ബാക്കിയൊന്നും വലിയ ഇഷ്യൂ ഇല്ല. 2 ഡെസിമൽ വന്നാലും വലിയ കുഴപ്പം. നിങ്ങൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എപ്പോഴും അത് വെച്ചിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാക്കേണ്ടി വരും. കണ്ടോ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും ചെയ്ത കാര്യം? ഒന്ന് യെസ് സർ. ഇംപ്ലിമെന്റ് ചെയ്ത്. Yes, sir. ഇതായിരുന്നില്ല നേരത്തെ രുക്മിണി ചോദിച്ച കണ്ടീഷൻ? ഇത് തന്നെയാണോ? അതെ സർ. ഓക്കെ, ഒന്ന് ഇംപ്ലിമെന്റ് അപ്പൊ ചെയ്ത്. കാർഡ് വിഷ്വലും ഇങ്ങനെ തന്നെ പോയി ചെയ്യാൻ പറ്റുമോ? കാർഡ് വിഷ്വൽ ചെയ്യും, പക്ഷെ അവിടെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് എന്താ കാണിക്കുന്നത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എക്സ്റ്റേണൽ സ്ലൈസർ ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. കേട്ടോ. ഹലോ.
ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ആർക്കെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു ഫോർമാറ്റ് ഫംഗ്ഷന്റെ യൂസ് കേസ് കൂടെ മനസ്സിലായില്ലേ? സിലബസിൽ വരുന്ന ടാക്സിന്റെ ഒരു 75-80% കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ബാക്കി കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇനി വരാൻ പോകുന്നത് കുറച്ച് ഇതുപോലുള്ള കൺസെപ്റ്റാണ്. ഇനി ഒരു 5-6 ഫങ്ഷൻസ് കൊണ്ട് അതൊക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്തൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. പിന്നെ ബാക്കിയുള്ളത് വിഷ്വലൈസേഷൻ, പിന്നെ വിഷ്വലൈസേഷനിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താണ് കസ്റ്റമൈസേഷനും കാര്യങ്ങളും, പിന്നെ അവസാനം റിപ്പോർട്ട് ക്രിയേഷൻ, പിന്നെ അത് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് ആവും. പവർ ബിയുടെ ക്ലാസ് കേട്ടോ, അപ്പുറത്തല്ലേ. എക്സാക്ട് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 2.5 വീക്സ്. അതിനുശേഷം പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് പ്രസന്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിന് സെപ്പറേറ്റ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞു മീൻസ് ക്ലാസ് കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലാസ് കഴിയുമ്പോഴാണ് ഇത് റിയൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലേ? ആ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിച്ചതും അതിനേക്കാളി അതിന്റെ ലെവലപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്യുമ്പോൾ മാത്രമേ പഠിക്കൂ.
ചെയ്ത് കഴിഞ്ഞു. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? അക്ഷയ്, അനന്തു, അശ്വതി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഏത് ഇവിടെയോ? എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ആ ടേബിൾ സൈസ് കൂടും. അപ്പൊ അത് നമുക്ക് ഇതിങ്ങനെ ചെയ്താൽ റെഡ്യൂസ് ചെയ്യാം. ഇത് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ മെത്തേഡ്. ഇപ്പൊ വേണം എന്ത് ചെയ്യാം, ഇതേ കൺസെപ്റ്റ് ഞാൻ വേറൊരു സ്ഥലത്ത് കാണിച്ചു തരാം. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പവർ ബി നമുക്ക് എല്ലാം ചെയ്തു തരുന്ന സെറ്റപ്പ് ഉണ്ട്. ഇതിന് ആ സമയം നമ്മൾ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു കോളം ചാർട്ട് ബിൽഡ് ചെയ്തു. കോളം ചാർട്ടിന്റെ എക്സ് ആക്സിലോട്ട് ഞാൻ ജസ്റ്റ് സെയിം ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് തന്നെ ആഡ് ചെയ്തു. ഒരുപാട് ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. വൈ ആക്സിലോട്ട് നമ്മൾ സെലക്ടഡ് മെഷർ ആഡ് ചെയ്തു. കണ്ടോ എന്തായി? കോസ്റ്റായി, പ്രോഫിറ്റായി. പ്രോഫിറ്റ് മാർജിൻ വരും. എന്തുകൊണ്ടാണ്? അത് ഫോർമാറ്റ് ഫംഗ്ഷൻ ആണ്. ഫോർമാറ്റ് ഫംഗ്ഷൻ ഒരിക്കലും ഫോർമാറ്റ് ഫംഗ്ഷൻ ഔട്ട്പുട്ട് എന്താ? ടെക്സ്റ്റ്. ടെക്സ്റ്റ് അതിൽ സപ്പോർട്ട് ആവില്ല വൈ ആക്സിൽ. അവിടെ ന്യൂമറിക്കൽ സപ്പോർട്ട് ആവും. ക്വാണ്ടിറ്റി എടുക്കും, റവന്യൂ. പ്രോഫിറ്റ് മാർജിൻ എന്തുകൊണ്ട് സപ്പോർട്ട് ആവുന്നില്ല മനസ്സിലായില്ലേ? അതിന്റെ ഔട്ട്പുട്ട് ടെക്സ്റ്റ് ആണ്, അത് എടുക്കില്ല. ക്ലിയർ ആയോ? പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്തൊരു വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നതാണെന്ന് അറിയോ? ഇവിടെ വിഷ്വലിന്റെ ടൈറ്റിൽ എന്താണ്? സെലക്ടഡ് മെഷർ ബൈ കൗണ്ടി എന്നുള്ളത്. കോസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്താവണം? കോസ്റ്റ് ബൈ കൗണ്ടി ആവണം. പ്രോഫിറ്റ് ബൈ കൗണ്ടി ആവണം. ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ബൈ കൗണ്ടി ആവണം. റവന്യൂ സെലക്ട് ചെയ്യുമ്പോൾ റവന്യൂ ബൈ കൗണ്ടി ആവണം. എന്ത് ചെയ്യണം? ഈ ടൈറ്റിലും കണ്ടീഷണൽ ഫോർമാറ്റും ചേഞ്ച് ചെയ്യണം. എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ അതേ ആൾ തന്നെ സെലക്ട് ചെയ്യുക. ഇത് മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക. ഇത് ഈസി ഷോർട്ട് കട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം എഴുതിയിട്ട് തന്നെ പഠിക്കുക. മെഷറിന്റെ പേര് എന്ത് ചെയ്യുക? സെലക്ടഡ് ടൈറ്റിൽ എന്ന് പാസ് ചെയ്യുക. ഓക്കെ, റവന്യൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്ത് വേണം? ഇവിടെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ഔട്ട്പുട്ടിൽ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടി വരും. സെലക്ടഡ് വാല്യൂ ഓഫ് ഏതാണ്? മെഷർ സെലക്ഷൻ. ആ വാല്യൂ അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്താണ് ടൈറ്റിൽ വേണ്ടത്. റവന്യൂ ബൈ കൗണ്ട്. അതുപോലെ ഓരോ സ്ഥലത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത് എന്തായിരിക്കും? ക്വാണ്ടിറ്റി ബൈ ക്വാണ്ടിറ്റി. സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വിഷ്വലിന്റെ ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്തു. അതേപോലെ ഒരു സ്ഥലത്ത് പഠിച്ചത് പല സ്ഥലത്ത് എനിക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇതേ മെത്തേഡ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ അവസാനം എടുക്കുന്നുള്ളൂ. ഇതിപ്പോ ചോദിച്ചുകൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിവിടെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഓരോ ലോജിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ചെയ്ത് ഇംപ്ലിമെന്റേഷൻ അതുപോലെ എക്സാക്ട്ലി കോപ്പി പേസ്റ്റ് അല്ല. ഇവിടെ സ്വിച്ചും സെലക്ടഡ് വാല്യൂ ഒക്കെ എന്തുകൊണ്ട് യൂസ് ചെയ്തു, എന്താണ് റിട്ടേൺ ചെയ്തത്, എന്തുകൊണ്ട് അവിടെ ഫോർമാറ്റ് യൂസ് ചെയ്തു, അതുപോലുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആയിരുന്നോ? സർ ഇതിന്റെ ഇപ്പൊ സെലക്ഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൗണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്ക് പറ്റുമോ? എങ്ങനെ മാത്രം? ഇപ്പൊ ഓക്കെ ഓക്കെ, സെലക്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ടാവുന്നില്ലേ? അപ്പൊ മൊത്തം പോകും. സെലക്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ
ഇവിടെ സെലക്ഷൻ ഇല്ലെങ്കിൽ കൗണ്ടി മാത്രം വരണമെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ട്രൈ ചെയ്തിട്ട് ആ സാറേ ഞാനത് ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് കൗണ്ടിൽ നിന്നുള്ള കോളം വരുന്നില്ലായിരുന്നില്ല, അതാ ചോദിച്ചത്. ജസ്റ്റ് ഒരു സ്പേസ് ഇട്ട് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാം, അറിയില്ല. ജസ്റ്റ് അവസാനം ഒരു സ്പേസ് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് അല്ല, സെലക്ട് അപ്പോഴും ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സെലക്ടഡ് എന്നുവെച്ചാൽ എം ടി ആയിട്ട് കാണുന്നില്ലേ? അതിന് പകരം നമ്മൾ അത് ആദ്യം കൊടുത്ത അതിന് പോലെ പകരം കൗണ്ടി മാത്രം. അതായത് മുകളിൽ ഇയാളെ പോയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മെഷറെ കാണിക്കാതെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അത് പറ്റില്ല, ബിക്കോസ് ആ ഉം, കണ്ടീഷനിലാണ് അത് വർക്ക് ആവുന്നത്. ഉം, ഓക്കെ. അപ്പോ ഇവിടെ അല്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു സ്പേസ് ഇട്ട് സ്പേസ് കൊടുത്താൽ മതി. കൊടുത്താല് അല്ലാണ്ട് നമുക്ക് സ്പേസ് കോളം നെയിം വരണം എന്ന് പറഞ്ഞ അങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഏത് കോളത്തിന്റെ പേര്? ആ കൗണ്ടിൽ നിന്നുള്ള കോളത്തിന്റെ പേര് റെപ്രസെന്റ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ല. എങ്ങനെ ഇവിടെ തന്നെ ഒന്നുകൂടെ കൗണ്ടി പ്രിന്റ് ചെയ്യാനാണോ? ആ അത് ഒന്നുകൂടി ഇവിടെ സെലക്ടഡ് വാല്യൂ കൊടുക്കേണ്ടി വരും. സെലക്ടഡ് പക്ഷെ വാല്യൂ എനിക്ക് കൗണ്ടി കാണിക്കുന്നില്ലായിരുന്നു. ഒരു മിനിറ്റ് ട്രൈ ആ ചെയ്ത് നോക്കാം. ഇതുവരെ ആ രീതിയിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പാസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഒന്ന് സെലക്ട് ചെയ്ത് അതന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കും. ഓക്കെ. ഇതല്ലേ അങ്ങനെയല്ല ആള് ചോദിച്ചത്. ഇൻ കേസ് ഇപ്പൊ ഞാനിത് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, ഇതിപ്പോ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സ്ലൈസറിൽ ഒന്നും സെലക്ട് ചെയ്യാത്തപ്പോഴും മൊത്തം വിഷ്വൽ ബ്ലാങ്ക് ആയി. ഇതെങ്ങനെ ഒഴിവാക്കാന്നാ ചോദിച്ചത്. ഒഴിവാക്കേണ്ട ഒരു മെത്തേഡ് പറഞ്ഞതാണ്. അപ്പൊ അവിടെ ഒന്നിക്കലും എന്ത് ചെയ്യാം, അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്താൽ മതി. ആ അപ്പൊ അവിടെ സ്പേസ് കൊടുക്കുമ്പോ ആ കോളം എം ടി ആയിട്ട് വരും അല്ലേ? യെസ്, കോളം എം ടി ആയിട്ട് മീൻസ് അവിടെ എം ടി അല്ല, വാല്യൂ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സ്പേസ് എല്ലാത്തിലും ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. അപ്പൊ ആ സ്പേസിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ആ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തും ആ ഡോട്ട് വരും. സ്പേസ് ആക്ച്വലി ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് പാസ് ചെയ്തു, എല്ലാ സ്ഥലത്തും ഡോട്ട് 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 എന്ന് വരുന്നുണ്ട്. ഉം. ക്ലിയർ ആണ്. എടുത്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നാളെ വരുമ്പോഴേക്കും എടുത്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പ്രാക്ടീസ് നോക്കിയിട്ട് പോകാം കേട്ടോ. ഇതിന്റെ തന്നെ വേറൊരു ലെവലാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും എടുത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്ത് ചെയ്തോളൂ, കോൺടാക്ട് ചെയ്തോളൂ, ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകും. ഓക്കെ. ഓൺലൈൻ ലീവ് ചെയ്യുന്ന ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെല്ലാവരാണ് ചോദിച്ചോളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ശരിയെന്ന്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ.